ബോർഡറാണ്. അറിയാതിരിക്കണ തേങ്ങ മാതിരിയാണ്, ഇങ്ങോട്ടും ആവാം അങ്ങോട്ടും ആകാം. മനുഷ്യനല്ലേ, നമ്മൾ എന്തെങ്കിലും ഒന്ന് കഴിക്കുകയോ കുടിക്കുകയോ ഒക്കെ ചെയ്തു കഴിഞ്ഞാൽ ഇതിനൊക്കെ വ്യത്യാസം വരും. അപ്പൊ അതനുസരിച്ചിട്ടുള്ള കാര്യങ്ങളാണ് നമ്മൾ ചെയ്യേണ്ടത്. അപ്പൊ ആദ്യം നമ്മൾ കൊടുക്കുന്നു കരയില ഉണ്ടല്ലേ. ഈ കരയില കഴിക്കുമ്പോൾ നമുക്ക് അതിനുള്ള ബുദ്ധിമുട്ട് എന്തൊക്കെയാണ് അതിനകത്തുള്ളത്. കഴിക്കണത് തന്നെ ഷുഗറിന്റെ നമുക്കറിയാം അല്ലേ, ഷുഗർ കുറയ്ക്കാൻ വേണ്ടി തന്നെയാണ് നമ്മുടെ പ്രോഡക്റ്റുകളായിട്ടുള്ള കരയില ഇതൊക്കെ കൊടുക്കുന്നത്. അപ്പൊ ഇത് കഴിക്കുമ്പോൾ ഉള്ള ഒരു ഗുണമെന്ന് പറഞ്ഞാൽ ഡയറ്ററി ഫൈബർ അതിനകത്ത് അധികമുണ്ട്. അപ്പൊ ഇത് വയറ്റിൽ ചെല്ലുന്നത് വഴി നമ്മുടെ കോളൻ ഇൻഡസ്ട്രീന് നല്ല ഒരു സുഖമായിട്ട് അവിടെ നടക്കുന്നുണ്ട്, ഡൈജഷൻ നടക്കുന്നുണ്ട്. അതുപോലെ നമുക്ക് ടോയ്ലറ്റ് മോഷനൊക്കെ പോകാനും നല്ല രൂപത്തിൽ സഹായിക്കുന്നുണ്ട്. ബൈല് പിത്തരസം ഉൽപ്പാദിപ്പിക്കാൻ കഴിയുന്നുണ്ട്. പിന്നെ എന്താണ്, ആർത്രൈറ്റിസിനെയൊക്കെ കുറയ്ക്കാൻ കഴിയുന്നുണ്ട്. ഇതിനകത്ത് വൈറ്റമിൻ സി ഉണ്ട്, കാൽഷ്യം ഉണ്ട്, പൊട്ടാസ്യം ഉണ്ട്. പിന്നെ എന്താ, സ്കിന്നിന് നല്ലൊരു ഇതാണ്. അതുപോലെ ടൈപ്പ് 1ഉം ടൈപ്പ് 2 പ്രമേഹത്തിന് കൊടുക്കാവുന്ന ഒരു പ്രോഡക്റ്റും കൂടിയാണ് നമ്മുടെ കരേല ജാമുൻ. പിന്നെ കൊടുക്കാൻ പാടില്ലെന്ന് പറയുമ്പോൾ പെട്ടെന്ന് ചിലർക്കൊക്കെ ഉണ്ട് ഷുഗർ ആന്നൊക്കെ പറഞ്ഞാലും വളരെ ചെറിയ ഒരു ഇതെത്തിക്കഴിഞ്ഞാലും അവർക്ക് അത് പെട്ടെന്ന് താങ്ങാനായിട്ട് പറ്റത്തില്ല. അപ്പൊ ഹൈപ്പോടിക, അതായത് ഷുഗർ താന്നു പോണ ഒരവസ്ഥയുണ്ട്. അങ്ങനെയുള്ളവർക്ക് നമ്മളുടെ യാതൊരു പ്രോഡക്റ്റും കൊടുക്കേണ്ട ആവശ്യമില്ല. കാരണം അവർക്ക് വളരെ വേറെ എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങളോട് കൂടി വന്നു ചേർന്ന ഷുഗർ ആയിരിക്കും. അത് നമുക്കറിയില്ല, അത് അനലൈസ് ചെയ്യേണ്ടത് അത്യാവശ്യമുണ്ട്. അപ്പൊ അതുകൊണ്ട് അങ്ങനെയുള്ള കാര്യങ്ങളിലേക്ക് നമുക്ക് പോകണ്ട. ഇത് കഴിക്കണ വരി എന്താണ്, ബ്ലഡ് പ്യൂരിഫിക്കേഷൻ, ഡൈജഷൻ, ഇംപ്രൂവ് മെറ്റാബോളിസം, ഇതെല്ലാം ഞാൻ പറഞ്ഞു കഴിഞ്ഞു അല്ലേ. ചീത്ത കൊളസ്ട്രോളിനെ കുറയ്ക്കാൻ പറ്റും. പിന്നെ എന്താ, ടൈപ്പ് ഇത് ക്യാൻസറിനെ പ്രിവെന്റ് ചെയ്യാൻ കൂടിയുള്ള കഴിവുള്ള ആന്റി ഓക്സിഡന്റുകളാണ് നമ്മുടെ കരയിലേക്കകത്തുള്ളത്. നമ്മൾ ഓരോ പ്രോഡക്റ്റ് എടുത്ത് നോക്കിയാൽ അതിനകത്ത് എല്ലാത്തിനകത്തും മെയിൻ ആയിട്ട് വരുന്നുണ്ട് ഈ ആന്റി ഓക്സിഡന്റ്. ഈ ആന്റി ഓക്സിഡന്റ് എവിടെ നിന്ന് വന്ന്, നമ്മൾ കഴിക്കണതോ കാര്യങ്ങളിലോ ഒക്കെ വരുന്നുണ്ട്. കാരണം ഒരു കമ്പി പുറത്ത് കിടന്ന് മഴ നനഞ്ഞ് അതിനകത്ത് വെള്ളം വീണ് തുരുമ്പ് പിടിക്കില്ലേ, അത് തന്നെയാണ് ഓക്സിഡേഷനും. നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിനുണ്ടാകുന്ന പ്രശ്നങ്ങൾ കൊണ്ട് നമ്മുടെ സെല്ലുകൾ ദ്രവിച്ചു പോകും. ആ ഒരു അവസ്ഥയാണത്. അപ്പൊ പിന്നെന്താ, ക്യാൻസറിന് ഇതൊരു പ്രോസ്റ്റേറ്റ് ക്യാൻസറുകൾക്കൊക്കെ ഒത്തിരി നല്ല ഒരു ഇതാണ്. പിന്നെ ബ്രസ്റ്റ് ക്യാൻസർ, ഇതെല്ലാം നമ്മുടെ കരേല ജാമുൻ കഴിക്കുന്ന വഴി ഒരുമാതിരിപ്പെട്ട അസുഖങ്ങൾക്ക് എല്ലാം തന്നെ കുറവ് വരുന്നുണ്ട്. ഇതെന്താ, പിന്നെന്താ, ഇത് കഴിക്കേണ്ട കാര്യങ്ങൾ പറഞ്ഞു അല്ലേ. കഴിക്കേണ്ട കാര്യം ഒരു 30 ml ഒരു ഗ്ലാസ് വെള്ളത്തിനകത്ത് മിക്സ് ചെയ്ത് കഴിക്കുക. ഇതിന്റെ ഇൻഗ്രീഡിയന്റ് എന്തായിരുന്നെന്ന് ഞാൻ പറഞ്ഞില്ലല്ലോ. ഞാവൽപ്പഴവും പാവയ്ക്കയുമാണ്. പാവയ്ക്കയുടെ ജ്യൂസ്, ഇതെല്ലാം കൂടി ചേർന്ന് വരാൻ നല്ല ഉഗ്രൻ ആന്റി ഓക്സിഡന്റ് ആണ് നമുക്ക് തരുന്നത്. അപ്പൊ ഇത് കഴിക്കുക എന്ന് പറഞ്ഞാൽ വളരെ ചെറിയ തോതിൽ, ഞാൻ പറഞ്ഞല്ലോ ചെറുതായിട്ട് ഫാസ്റ്റിങ് HbA1c 6 ഒന്ന് അനങ്ങാൻ തുടങ്ങിയെന്ന് കാണുമ്പോൾ ചെയ്യേണ്ട കാര്യങ്ങളാണ് ഇത്. ഇത് ഫസ്റ്റ് സ്റ്റേജിൽ. നെക്സ്റ്റ് സ്റ്റേജ് വരുന്നത് ഗ്ലൂക്കോ ഹെൽത്ത് ആണ്. ഗ്ലൂക്കോ ഹെൽത്ത് എന്ന് പറയുമ്പോൾ അതെന്തൊക്കെയാ, അതിനകത്ത് കുറേ ഒരു 4 പ്രോഡക്റ്റും കൂടെ ഇൻഗ്രീഡിയന്റ് ആയിട്ട് വരുന്നുണ്ട്. ഇതിനകത്ത് ഒന്ന് വരുന്നത് ക്രോമിയം വൈക്കോലിനേറ്റ് എന്നാണ്. ഇതും നമ്മുടെ ബ്ലഡ് ഷുഗറിനെ കുറയ്ക്കാൻ വേണ്ടി സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അതായത് നമ്മൾ കഴിക്കുന്ന ഗ്ലൂക്കോസ്, അതായത് അന്നജത്തിനകത്തുള്ള ഷുഗറിനെ പെട്ടെന്ന് ഡൈജസ്റ്റ് ആക്കി ഷുഗറാക്കി മാറ്റാതിരിക്കാൻ വേണ്ടിയുള്ള സംഭവം ചെയ്യുന്നുണ്ട്. പിന്നെ അതിനകത്ത് കറുകപ്പട്ടയുണ്ട്. കറുകപ്പട്ടയും ബ്ലഡ് ഷുഗർ തന്നെ ഇൻസുലിന്റെ സെൻസിറ്റിവിറ്റി കൂട്ടിയെടുക്കുകയാണ്. അതായത് ഇൻസുലിനാണല്ലോ നമുക്ക് എല്ലാത്തിനും ആവശ്യമുള്ളത്. അപ്പൊ അതും ഇതിന്റെ ആ ഒരു പ്രോസസ്സ് നല്ല രൂപത്തിലാക്കി കൊടുക്കാൻ നമ്മുടെ ഗ്ലൂക്കോ ഗ്ലൂക്കോ ഹെൽത്ത് കഴിക്കണ വഴി സാധിക്കുന്നുണ്ട്. പിന്നെ അതിനകത്ത് അടുത്ത ഇൻഗ്രീഡിയന്റ് മൂന്നാമത്തെ തന്നെയാണ് ഉലുവ എന്ന് പറയുന്നത്. ഇത് നല്ല തരത്തിലുള്ള ഒരു ഫൈബർ ഉള്ള സാധനം കൂടിയാണ്. ഇതെന്താ, കാർബോഹൈഡ്രേറ്റിനെ പെട്ടെന്ന് ഡൈജസ്റ്റ് ചെയ്യാത്ത രൂപത്തിൽ സപ്പോർട്ട് ചെയ്യുന്നു. അപ്പൊ അവിടെ നമ്മൾ പെട്ടെന്ന് ഡൈജസ്റ്റ് ചെയ്യാതെ വരുമ്പോൾ എന്ത് വേണം, ഷുഗറായിട്ട് പെട്ടെന്ന് കൺവേർട്ട് ചെയ്യുന്നില്ല. അവിടെ ഒരു താമസം നേരിടുന്നു. അപ്പൊ അതുകൊണ്ട് ആ ഷുഗറിന്റെ ലെവൽ പെട്ടെന്ന് കയറി വരാതിരിക്കാനായിട്ട് നമ്മളെ സഹായിക്കുന്നുണ്ട്. അടുത്തത് അതിനകത്തുള്ളതാണ് ബിറ്റർ ഗോഡ്, പാവയ്ക്ക അല്ലെ. ഇതിനകത്തും ഗ്ലൂക്കോസ് നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിനകത്തുള്ള ഗ്ലൂക്കോസിനെ സെൽസിനകത്തേക്ക് കടത്തി വിടാനായിട്ട് വളരെയധികം സപ്പോർട്ട് ചെയ്യുന്ന ഒരു പ്രോഡക്റ്റ്. അപ്പൊ നമ്മുടെ ഗ്ലൂക്കോ ഹെൽത്ത് നോക്കി, ഇത്രയും സാധനങ്ങളിലാൽ സമ്പുഷ്ടമായ ഈ പ്രോഡക്റ്റ് നമുക്ക് എല്ലാവർക്കും കൊടുക്കാനായിട്ട് സാധിക്കില്ല. അതിനും കാരണമുണ്ട്. നമുക്കിപ്പോ ഷുഗറിന്റെ ലെവൽ പറഞ്ഞില്ലേ, ഒരു 120 130 സ്റ്റാർട്ടിങ് പോയിന്റ് ഉള്ളവർക്ക് ഇത് കരയില കൊടുക്കാന്ന് ഞാൻ പറഞ്ഞു. ഇത് അതിൽ നിൽക്കുന്നില്ല, കുറച്ച് കൂടിയാണ് ഷുഗറിന്റെ ഒരവസ്ഥ വരുന്നത്.
അങ്ങനെയാണെങ്കിൽ നമുക്ക് ഗ്ലൂക്കോ ഹെൽത്തിലേക്ക് ചേഞ്ച് ചെയ്യണം. കാരണം രാവിലെയും വൈകുന്നേരം അതിപ്പോ ഭക്ഷണത്തിന് മുമ്പും കഴിക്കാം, ഭക്ഷണം കഴിച്ചതിന് ശേഷം നമുക്ക് ഈ ടാബ്ലറ്റ് ഡെയിലി രാവിലെയും വൈകുന്നേരവും വീതം എടുക്കാവുന്ന ഒരു പ്രോഡക്റ്റാണ്. ശ്രദ്ധിക്കേണ്ടതെന്ന് പറഞ്ഞാൽ ഇതെല്ലാം കൂടി നമ്മൾ വാരി വലിച്ച് കഴിക്കേണ്ട ആവശ്യമില്ല. അപ്പൊ ഇത് നോക്കുക, ഇത് ഒരു ആഴ്ച കഴിക്കുമ്പോൾ നമ്മുടെ ഷുഗറിന്റെ ലെവൽ ഏത് ലെവലിലാണ് പോണത്, കയറുന്നോ ഇറങ്ങുന്നോ ഒക്കെ വരാം. ചിലപ്പോൾ ഇച്ചിരി ഹൈ ആയിട്ട് നിൽക്കുന്ന ഒരാൾക്കാർക്കായിരിക്കണം, അപ്പൊ അവർക്കാണ് നമ്മൾ ഇത് ഗ്ലൂക്കോ ഹെൽത്ത് കൊടുക്കുകയും ചെയ്യണത്. അതിനും ഇച്ചിരിയോടെ കയറിയാണ് വരുന്നത്. ഷുഗർ കൺട്രോളിലാവുന്നില്ല എങ്കിൽ അതിനു വേണ്ടിയാണ് നമുക്കിടെ പുതിയ ഡയബറ്റിക് റൈസ് വന്നിട്ടുണ്ട് അല്ലെ. പുതിയ റൈസ് നമുക്ക് കേരളീയക്കാര് നമുക്ക് ഭക്ഷണം കഴിക്കാണ്ടിരിക്കാനായിട്ട് യാതൊരു രക്ഷയില്ല അല്ലെ. ചോറ് തിന്നില്ലെങ്കിൽ നമ്മുടെ എല്ലാ പ്രശ്നങ്ങളും അവിടെ തുടങ്ങുമെന്നാണ് നമ്മുടെ വിചാരം. പക്ഷേ നമ്മൾ ചോറ് കഴിച്ചു തുടങ്ങിയതാണ് നമുക്ക് പറ്റിയ ഇന്നത്തെ അപകടം. ഭക്ഷണം കഴിക്കാതിരിക്കാനായിട്ട് സാധിക്കുകയുമില്ല. എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ നമ്മൾ കഴിക്കുന്ന അരിക്കകത്ത് ഗ്ലൈസീമിക് ഇൻഡെക്സ്, അതായത് നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിന് ഷുഗറാക്കി വരുമ്പോൾ അതിന്റെ ആ ഒരു ഇൻഡെക്സ് ഉണ്ട്, അത് കൂടുതലാണ് നമ്മൾ കഴിക്കുന്ന അരിക്കകത്തുള്ളത്. അപ്പൊ അതിനു വേണ്ടിയാണ് നമ്മുടെ ഈ ഡയറ്റ് ആൻഡ് ഡയബറ്റിക് റൈസ് വന്നിരിക്കുന്നത്. ഇതിനകത്ത് ഗ്ലൈസിമിക്, അതും അരിയല്ലേന്ന് ചോദിക്കും, അതിനകത്ത് ഗ്ലൈസിമിക് ഇൻഡെക്സ് വളരെ കുറവാണ്, 52 വരുന്നുള്ളൂ. മറ്റതിനകത്ത് 72, 78 ഒക്കെ വരുന്ന അരികളാണുള്ളത്. അപ്പൊ അത് അങ്ങനെ ഒരു കാരണമുണ്ട്. ഇത് എന്തൊക്കെ ആയിക്കോട്ടെ, നമ്മുടെ പ്രോഡക്റ്റ്, ഏത് പ്രോഡക്റ്റ് നമ്മൾ കഴിച്ചാലും നമ്മൾ നിറയെ വെള്ളം കുടിക്കണം. കാരണം ഇതിനകത്തൊക്കെ ആന്റി ഓക്സിഡന്റ് ആണെന്ന് പറയുന്നുണ്ട്. ഈ ആന്റി ഓക്സിഡന്റ് ഇതിനകത്തുനിന്ന് നമ്മുടെ ശരീരത്തിലുള്ളത് പുറത്തോട്ട് പോകാനുള്ള വഴി എന്താണ്? മൂത്രമായിട്ടോ വേർപ്പായിട്ടോ മോഷനോ ഒക്കെ ആയിട്ടാണ് പോണത്. അപ്പൊ അതിന് നമ്മൾ നിറയെ വെള്ളം കുടിച്ച് നമ്മുടെ ബോഡീനെ എപ്പോഴും നമ്മൾ ക്ലെൻസിങ് ചെയ്യാനായിട്ട് അനുവദിക്കണം. അല്ലാതെ വെള്ളം കൂടി ഭയങ്കര ദുരിതമായിട്ട് കാണുന്ന ആൾക്കാരാണ് പൊതുവെ കയറിയത്. അപ്പൊ ആ ഒരു ഇതിലേക്ക് മാറി നമ്മൾ നിറയെ വെള്ളം കുടിക്കാനുള്ള ഒരു പ്രവണതയിലേക്ക് വരണം. അപ്പൊ ഈ അരി നമുക്ക് കഴിക്കണ കൊണ്ട് എന്തുമാത്രം ഷുഗർ കുറയ്ക്കാൻ പറ്റുന്നുണ്ട്. രാവിലത്തെ ഇഡ്ഡലിക്കോ ദോശയ്ക്കോ അപ്പോ എന്താന്ന് വെച്ചാൽ അരി കൊണ്ട് നമ്മൾ ഉണ്ടാക്കുന്ന ഭക്ഷണത്തിനെല്ലാം നമ്മുടെ ഈ ഡയറ്റ് റൈസ് വാങ്ങി ഉപയോഗിക്കാവുന്നതാണ്. അതൊരു 4.5 കിലോ വരുന്നുണ്ട്. അപ്പൊ അത് വാങ്ങിച്ചാൽ നമുക്ക് എല്ലാ കാര്യങ്ങൾക്കും ഉപയോഗിക്കാം. അതുപോലെ വീട്ടിലുള്ളവർക്കും ഒരു നേരത്തെ ഭക്ഷണം അതാക്കി കൊണ്ടുവന്ന്, ചോറായിട്ട് ഇഷ്ടപ്പെടുന്നില്ലെങ്കിൽ ബാക്കി എന്തെങ്കിലും വിഭവങ്ങളൊക്കെ ആയിട്ട് ഉണ്ടാക്കി വരുമ്പോൾ കുറച്ച് കാലത്തോടു കൂടി നമുക്ക് അതിലേക്ക് മാറ്റാനായിട്ട് സ്വമേധയാ നമുക്കൊരു ആരോഗ്യം കാര്യങ്ങളൊക്കെ വരുമ്പം നമ്മൾ അതിനകത്തേക്ക് വരുന്നുണ്ട്. അതിനകത്ത് എത്രയാണ്? സോള മസൂരിയുടെ റൈസാണ് അത്. ഹൈ പ്രോട്ടീൻ നല്ലതായിട്ടുണ്ട്, അതുപോലെ തന്നെ ഫൈബറും ഉണ്ട്. അപ്പൊ ഇത് കഴിക്കുന്ന വഴി, വെള്ളയരിയാണല്ലോ, ഇനി വയറ്റിൽ പോകാൻ ബുദ്ധിമുട്ടാണോ എന്നൊന്നും വിചാരിക്കേണ്ട, ഫൈബർ ധാരാളം ഉള്ള ഒരു അരിയാണത്. അപ്പൊ അതുകൊണ്ട് നമ്മുടെ ഷുഗറിനെ നല്ല രൂപത്തിൽ കൺട്രോൾ ചെയ്യാൻ സാധിക്കുന്നുണ്ട്. തീർച്ചയായിട്ടും ഇത് രണ്ടും കൂടെ എടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വേറെ ഒരു മെഡിസിന്റെ ആവശ്യം നമുക്ക് വരുന്നില്ല. എന്താ, നമ്മുടെ ഇൻസുലിൻ ഉണ്ടാകാനുള്ള ആ ഒരു പ്രക്രിയ പാൻക്രിയാസിനെ ഒന്ന് ഉത്തേജിപ്പിക്കുകയും കൂടി ചെയ്യുന്നുണ്ട്. അതാണ് അതിനകത്ത് വരുന്നത്. പിന്നെ ഇപ്പൊ 2 വാദം പറഞ്ഞു, നമ്മുടെ കരയിലേയും പറഞ്ഞു, ഗ്ലൂക്കോ ഹെൽത്തും പറഞ്ഞു, നമ്മുടെ അരിയും വന്നു. ഇനി നമുക്ക് വേണ്ടതുണ്ടല്ലോ, നമുക്ക് ഇപ്പൊ ഇങ്ങനെയൊക്കെയാണ് ഭക്ഷണമൊക്കെ കഴിച്ച് നല്ലൊരു കാര്യങ്ങളൊക്കെ ഭക്ഷണം കഴിക്കണം, ഇത്തിരി മധുരമൊക്കെ അത്യാവശ്യം ആവാം, ഇത് കഴിക്കണമെന്നൊക്കെ ഒരു താല്പര്യമുള്ള മനുഷ്യരാണ് നമ്മളെല്ലാവരും. അപ്പൊ എന്ത് വേണം? അതിന് ഇച്ചിരി മധുരവും കൂടെ ഒക്കെ ഇട്ട് കൊടുക്കണ്ടേ? വെറുതെ അരിയും ഇങ്ങനെ ഇത് മാത്രം കൊടുത്താൽ പോരല്ലോ. അപ്പൊ അതിനു വേണ്ടി നമുക്ക് ഏറ്റവും പരമപ്രധാനമായ ഒരു സ്റ്റീവിയ ഉണ്ട് അല്ലെ, മധുര തുളസി എന്നാണ് അതിന്റെ പേര്. ഒരു പേര് തന്നെ മധുരമുണ്ട്. ആ മധുരം ചേർത്ത് നമുക്ക് എന്തെങ്കിലും പായസങ്ങളോ എന്തെങ്കിലുമൊക്കെ, അവരും മനുഷ്യരാണ്, ഡയബറ്റിക് ആന്ന് പറഞ്ഞ് ഒരിക്കലും അവരെ തള്ളി മാറ്റുകയോ അല്ലെങ്കിൽ അവരെ അത് കഴിക്കണ്ട ഇത് കഴിക്കണ്ട എന്ന് പറയേണ്ട ആവശ്യമില്ല. അവർക്ക് അത്യാവശ്യം പായസമാക്കാം, എന്തെങ്കിലും അടയോ ഒക്കെ ഉണ്ടാക്കുന്ന സമയത്തും അതിനകത്ത് ഇട്ട് മധുരത്തോടെ അവരും കഴിക്കട്ടെ. മധുരം അവർക്കും ആവശ്യമാണ്, അവരും അവകാശപ്പെട്ടവരാണ്. അപ്പൊ അവർക്ക് അത് കഴിക്കാന്ന് വെച്ചാൽ നല്ലൊരിതാണ്. ഒത്തിരി ഒത്തിരി ഫ്രൂട്ട്സിന്റെ, തെങ്ങിന്റെ ഒക്കെ, ഈന്തപ്പഴത്തിന്റെ, ചോളത്തിന്റെ, ഇതിന്റെ ഒക്കെ എടുത്ത് അതിന്റെ എസൻസ് എടുത്ത് നോക്കിയിട്ട് മധുരം കൂടുതൽ കിട്ടണില്ല. അപ്പൊ അതിനകത്തും റിസർച്ചുകൾ നടത്തി കണ്ടുപിടിച്ചതിൽ മധുര തുളസിയിൽ മാത്രമാണ് ഏറ്റവും കൂടുതൽ ഷുഗർ, ആ മധുരം ഇതിനകത്തുള്ളത്. അപ്പൊ വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ പോലും റെക്കമെൻഡ് ചെയ്ത ഒരു പ്രോഡക്റ്റ് ആണ് നമ്മുടെ സ്റ്റീവിയ. ഇതൊക്കെ എല്ലാവരും മറന്നുപോയ കാലങ്ങളാണ് അല്ലേ. എല്ലാവരും പതുക്കെ പതുക്കെ പഴയ പ്രോഡക്റ്റുകൾ ഒത്തിരി ഉണ്ട്, ഒത്തിരി ഉണ്ട്. ഇതൊക്കെ നമ്മളിങ്ങനെ വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ കമ്പനിക്ക് തന്നെ അതൊരു പ്രശ്നമായിട്ട് മാറും.
നമ്മൾ ആ ഓരോ പ്രോഡക്റ്റുകളും അതിൻ്റെതായ മൂല്യത്തോടെ നമ്മളത് എടുത്ത് പറഞ്ഞ് അതിനകത്തേക്ക് കൊണ്ടുവരണം. ഇത് നമുക്ക് വേറെ ഒരു സൈഡ് എഫക്റ്റ് ഇതിൽ നിന്ന് വരുന്നില്ല. ഒന്നും വേണ്ട. നമ്മളൊരു പാരസെറ്റാമോൾ കഴിച്ചാൽ പോലും അതിന്റെ പകുതി അവിടെ കിടക്കുവാണ്. കാൽഭാഗമേ നമുക്ക് ആവശ്യമുള്ളൂ. ഇത് ചെന്ന് എന്ത് വേണ്ട വയറ്റിൽ ചെന്ന് കിടക്കും. അവിടെ ഇവിടെയും തങ്ങി കൂടിയിട്ട് എന്താ നമുക്ക് പിന്നെ വിശപ്പില്ല. നമ്മുടെ വിശപ്പിന്റെ അവസ്ഥയെ തന്നെ താറുമാറാക്കുന്ന ഒരു പരിപാടിയാണ് ഈ പാരസെറ്റാമോൾ ചെയ്യണത്. പക്ഷെ ഇതൊന്നും ആരോട് പറഞ്ഞാലും ആർക്കും കേൾക്കൂല. നമുക്ക് ആ പാരസെറ്റാമോളിന് പകരം നമ്മുടെ പ്രോഡക്റ്റ് കഴിക്കാൻ നോനി, പനിയോ ജലദോഷമോ എന്തെങ്കിലുമൊക്കെ ബുദ്ധിമുട്ടോ കാര്യങ്ങളുള്ള ഒരു നോനി വീട്ടിൽ ആവശ്യമാണ്. അത് ഒരു 5 ml 10 ml 15 ml വരെ പോകാം. അതൊക്കെ പതുക്കെ പതുക്കെ കുറച്ചൊക്കെ കൊടുത്ത് അങ്ങനെ ഓരോന്നിനും സൊല്യൂഷൻ എല്ലാത്തിൻ്റെ ഞാൻ പറഞ്ഞില്ലേ ഒരു കുത്തകയായിട്ട് നമുക്ക് തന്നിരിക്കുകയാണ്. ആ സൊല്യൂഷൻ എല്ലാം നമുക്കുണ്ട്. ക്യാൻസർ വരെയുണ്ട്, എല്ലാത്തിനും ഉണ്ട്. ഇനിയിപ്പോൾ അടുത്ത വന്നിട്ടുണ്ട്, കിഡ്നിയുടെ വന്നിട്ടുണ്ട്, ലിവറിന്റെ വന്നിട്ടുണ്ട്. അത് പോരാതെ ഇനി വെയിറ്റ് മാനേജ്മെന്റ് വന്നിട്ടുണ്ട്. ഇതൊക്കെ എല്ലാം ഇങ്ങനെ പ്രോഡക്റ്റുകൾ ഒത്തിരി വന്നത് കൊണ്ട് മാത്രമായില്ല. അതിനെ നമുക്ക് തരം തിരിച്ച് നമുക്ക് ആവശ്യമുള്ള ഒരു സ്റ്റെപ്പിലേക്ക് നമ്മൾ എത്തിക്കുക. ആ ആവശ്യക്കാര് അതിനേക്ക് അതിന്റെ കാര്യകാരണങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്താൽ അവർക്ക് അത് കൺസ്യൂം ചെയ്തെടുക്കാനുള്ള ഒരു ധാരണ അവർക്കും ഉണ്ടാവും. അവർക്കും അറിയില്ല, ഓ ഇത് ഒത്തിരി പ്രോഡക്റ്റുകൾ ഇങ്ങനെ വരുന്നു, അത് ഇത് മറ്റേത് മറിച്ച് ഇത് അതിനാന്ന് ഇതിനാന്ന് പറയുന്നത് പറയാല്ലാതെ അതിന്റെ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുക. ഇംഗ്ലീഷ് മരുന്ന് കഴിച്ചാലുള്ള ഭവിഷ്യത്തുകളാണ് ഏറ്റവും ആദ്യം പറഞ്ഞ് മനസ്സിലാക്കേണ്ടത്. കാര്യം ഇവരൊന്നും പറഞ്ഞാൽ മനസ്സിലാവൂല, ഇവർക്ക് അറിയുമില്ല. എന്നാലും കാശ് കൊടുത്ത് ഡോക്ടറെ കണ്ടാലേ അവർക്ക് സമാധാനമാവുള്ളൂ. കാശ് കുറച്ച് പോകണം, ഡോക്ടർ എന്തെങ്കിലുമൊക്കെ എഴുതി കൊടുത്തു. അവർ ഡോക്ടർ എഴുതുന്നത് വിഷമാണെങ്കിൽ പോലും അവർക്ക് ഒരു വിഷമവും ഇല്ലാതെ അവരത് സന്തോഷത്തോടെ വാങ്ങിച്ചു കഴിക്കും. കാരണം എന്താണ്, രജിസ്റ്റേർഡ് ഡോക്ടറാണ് എഴുതി കൊടുത്തിരിക്കുന്നത് അല്ലേ. അവരിനിയിപ്പോ ചത്താൽ എന്താ ജീവിച്ചാലെന്താ അതൊന്നും അവർക്കറിയണ്ട. പക്ഷെ നമ്മളതല്ല, നമ്മൾ ചെയ്യണത് ഓരോ മനുഷ്യനും അല്ലേ എന്നെ പോലെ തന്നെ അവര് നല്ല രൂപത്തില് നല്ല ആരോഗ്യത്തോടു കൂടി അവർക്ക് ജീവിക്കണം. അവർക്കുടെ വരുംപരായികള് മനസ്സിലാക്കി അവർക്ക് മുമ്പോട്ട് പോകണമെങ്കിൽ അവരുടെ ആരോഗ്യസ്ഥിതി എന്താണെന്ന് അവർ മനസ്സിലാക്കിയിരിക്കും. അപ്പൊ അതുപോലെ അവർ കഴിക്കുന്ന പ്രോഡക്റ്റുകളും അതുപോലെ വിശിഷ്ടമായിരിക്കണം. അവർക്ക് നമ്മൾ പറഞ്ഞു കൊടുത്തേ പറ്റുള്ളൂ. ഇന്നതാണ് ഇപ്പൊ ഇതെല്ലാം കൂടെ കൂട്ടിക്കലർത്തി അതും കുറെ ഇതും കുറെ ഗ്ലൂക്കോസ് ഞാൻ പറഞ്ഞു, കരേല പറഞ്ഞു, സ്റ്റീവിയ പറഞ്ഞു, അരിയുടെ കാര്യം പറഞ്ഞു. ഇതെല്ലാം കഴിഞ്ഞു. ഇതൊക്കെ ഇങ്ങനെ വാങ്ങി കഴിച്ചത് കൊണ്ട് മാത്രം കാര്യമില്ല. അത് നമ്മൾ എന്തിനാണ് കഴിക്കണേന്നുള്ളതാണ് ആദ്യത്തെ വിഷയം. പിന്നെ ഇപ്പൊ അരിയുടെ കാര്യം പറഞ്ഞു. ഇനി ആ അരിയായിട്ട് ആർക്കും വേണ്ട. എനിക്ക് അരിയും ഗോതമ്പും ഒന്നും കഴിക്കാൻ താല്പര്യം ഇല്ല എന്നുള്ളൊരു ആൾക്കാരാണെങ്കിൽ നമുക്ക് കിനോവ എന്ന് പറഞ്ഞ ഒരു പ്രോഡക്റ്റ് ഉണ്ട് അല്ലേ. അതിനകത്ത് ഗോതമ്പ് ഒന്നും കഴിക്കാൻ പാടില്ലാത്തവർക്ക് അതിനകത്ത് എന്തുമാത്രം വൈറ്റമിൻസ്, B1 B2 B5 B6 B12 ഇങ്ങനെയുള്ള എല്ലാ സംഭവങ്ങളും കൂടെ ചേർന്നിട്ട് വന്നതാണ്. ഇതും കൂടെ കഴിക്കുമ്പോൾ ഷുഗർ ലെവല് ഇത് കഴിക്കുമ്പോൾ പ്രത്യേകം ഒരു ശ്രദ്ധയും കൂടെ ആവശ്യമുണ്ട്. കാരണം ഷുഗർ കുറയാത്ത ആൾക്കാരായിരിക്കണം. എന്ന് വെച്ചാൽ ഒത്തിരി പെട്ടെന്ന് അങ്ങനെ താഴെയൊന്നും പോകില്ല. ഒരു സ്റ്റാൻഡേർഡ് ഇങ്ങനെ നല്ല ഹൈ ലെവലിൽ പോകുന്ന ആൾക്കാർക്ക് കിനോവ കഴിച്ചിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് അതിന്റെ റിസൾട്ട് വരും. കാരണം പെട്ടെന്ന് അത് ഷട്ട് ഡൗൺ ചെയ്യണ ഒരു പ്രോഡക്റ്റും കൂടെയാണ്. അപ്പൊ ഇത് കഴിക്കുന്ന കൂട്ടത്തിൽ വെയിറ്റ് ലോസ് ഉണ്ടാക്കാൻ നല്ലതാണ്. ഷാമയൊക്കെ ഇനത്തിൽ പെട്ടതാണ്, ഗ്ലൂട്ടൻ ഫ്രീ ഉള്ളതാണ്. ഇതെല്ലാം പൈൽസിന്, പിന്നെ ഫിസ്റ്റുല, അൾസർ ഇതൊക്കെ വരാണ്ടിരിക്കാൻ ഇതിനൊക്കെ ഞാൻ പറഞ്ഞില്ലേ ഫൈബറാണ് ഇതിനകത്തെ കാരണമുള്ളത്. നമ്മൾ കഴിക്കുന്ന മൈദക്കകത്തോ ഇതിനകത്തോ വല്ലതും ഉണ്ടോ? ഒന്നുമില്ല. കുറെ കൊള്ളില്ലാത്ത എണ്ണയും കാര്യങ്ങളും ഒക്കെ കഴിച്ച് നമുക്ക് ഇല്ലാത്ത പ്രശ്നങ്ങളൊക്കെ വയറിനും ഫാറ്റി ലിവറും ഇതൊക്കെ വരുന്നുണ്ട്. ഈ പിന്നെ വേണ്ടാത്തൊക്കെ നമ്മൾ കഴിക്കണോണ്ട് ഈ കൊഴുപ്പൊക്കെ നമ്മുടെ വയറിന് ചുറ്റും, അതായത് അബ്ഡോമിനകത്ത് ഒരു ലെയർ ഉണ്ട്, അവിടെ ഇതെല്ലാം കൂടെ കെട്ടിക്കിടന്നാണ് വയറൊക്കെ ഇങ്ങനെ ഒരുമാതിരി വല്ലാത്തൊരു അവസ്ഥയിലായിട്ട് കാണാം. അപ്പൊ നോക്കുമ്പോൾ ഒരു സ്കാൻ ചെയ്ത് വയറിന് എന്തെങ്കിലും പ്രശ്നമായി, ഫാറ്റി ലിവർ, അപ്പൊ ഗ്രേഡ് 1 ഗ്രേഡ് 2 ഗ്രേഡ് 3 പിന്നെ അങ്ങ് പോകും. അപ്പൊ ഇതിനെക്കുറിച്ച് പറഞ്ഞു വരുമ്പോഴത്തേക്ക് പിന്നെ അത് ബുദ്ധിമുട്ടാവും. ഇതുകൊണ്ട് നമ്മൾ എന്താ ഇപ്പൊ ചെയ്യേണ്ടത്? ഇപ്പൊ അതിനെക്കുറിച്ച് ഒത്തിരി കാര്യങ്ങളിലേക്ക് പോകാണ്ട് നമുക്ക് ആവശ്യമുള്ള ഭക്ഷണ സാധനങ്ങൾ നമ്മൾ നല്ലത് കഴിക്കുക. അതിന് പറ്റിയ പ്രോഡക്റ്റുകൾ നമുക്ക് മെഡിസിൻ ഭാഗത്തിലല്ല, നമുക്ക് പിന്നെ സപ്ലിമെന്റ്സ് അതും നമ്മൾ കറക്റ്റായിട്ട് എടുത്തു പോയി കഴിഞ്ഞാൽ വലിയ വലിയ കുഴപ്പങ്ങളൊന്നും കൂടാതെ ഇന്നത്തെ ആരോഗ്യസ്ഥിതി നമുക്ക് വെച്ച് നീട്ടിക്കൊണ്ട് പോകാനായിട്ട് നാളെ ഈ ആരോഗ്യം ഉണ്ടോ എന്ന് നമുക്ക് പറയാൻ മേലാത്ത ഒരു കണ്ടീഷനാണ് ഇപ്പൊ ഓടിക്കൊണ്ടിരിക്കുന്നത്. അപ്പൊ ആ ഒരു കണ്ടീഷനിൽ നിന്ന് നമുക്ക് നമ്മുടേതായ ഒരു സ്റ്റാൻഡ് ഉണ്ട് അല്ലേ. നമ്മുടെ മോഡി കെയറിന്റെ നല്ല പ്രോഡക്ട്സുകൾ നമുക്ക് ദൈവം തന്നിട്ടുണ്ട്. ദൈവം എന്ന് തന്നെ പറയാം സമീർ മോഹൻ സാറിനെ. ഇത്രയും കാര്യങ്ങളിലൊക്കെ നമുക്ക് ഉണ്ടാക്കി തന്നിട്ടുണ്ട്. അത് കഴിക്കുക, വേണ്ട വിധം ഉപയോഗിക്കാനാണ് നമുക്കറിയില്ലാത്തത്.
അതിന് നമ്മൾ തയ്യാറാവുക. അറിയില്ലെങ്കിൽ അറിയാവുന്നവരെ കൊണ്ട് നല്ല രൂപത്തിൽ അത് മനസ്സിലാക്കിച്ചുകൊണ്ട് നമ്മൾ അതേ പ്രോഡക്റ്റുകൾ എല്ലാവരും, ഇതൊന്നും അത്ര വലിയ പ്രശ്നങ്ങളുള്ള യാതൊരു പ്രോഡക്റ്റും നമുക്കില്ല. പിന്നെ അത് കഴിക്കണം. ചിലപ്പോൾ വില കൂടുതലാന്ന് പറഞ്ഞ് നമ്മൾ അതിലും കൂടുതൽ മരുന്നും മന്ത്രവും കഴിക്കണം. ഡോക്ടറെ കാണാനായിട്ട് ലക്ഷങ്ങൾ കൊടുക്കണം. അതിനൊന്നും ഒരു കുഴപ്പമില്ല. ഇപ്പൊ ആൾക്കാരുടെ ഒരു പൊതുവെയുള്ള ഒരു ധാരണയും കൂടി ഞാൻ പറയാം. എല്ലാവരും ഒരു ഇൻഷുറൻസ് എടുത്തു വയ്ക്കുക. ഇൻഷുറൻസ് എടുത്തു വെച്ചാൽ ഇനി എവിടെയെങ്കിലും കട്ടിലേൽ പോയി കിടന്നാൽ മതി, ഏതെങ്കിലും ഡോക്ടറെ കണ്ട് എവിടെയെങ്കിലും അഡ്മിറ്റ് ആയി ബാക്കി അവർ നോക്കിക്കോളും എന്നുള്ള ഒരു ധാരണയാണ്. ഇതൊക്കെ മനുഷ്യ സഹജമായ വെറും തെറ്റിദ്ധാരണകളാണ്. നമ്മുടെ ശരീരം മറ്റുള്ളവർക്ക് കൊണ്ടുപോയി കൊടുത്ത് ഒരു പരീക്ഷണ വസ്തു ആക്കാണ്ടിരിക്കാനുള്ള തയ്യാറെടുപ്പുകൾ ഓരോരുത്തരും ചെയ്താൽ നല്ലതായിരിക്കും. ഷുഗറിനെ കുറിച്ച് ഇത്രയൊക്കെ എനിക്ക് പറയാനുള്ളൂ. എല്ലാവരും ആ കാര്യങ്ങളിലേക്ക് കുറച്ച് ശ്രദ്ധ കൊണ്ടുവരിക. നമ്മുടെ പ്രോഡക്റ്റുകളെ കുറിച്ച് ഒത്തിരി പ്രോഡക്റ്റുകളെ കിടക്കണം. ഒന്നും രണ്ടും ഒന്നും അല്ല, എത്രയോ പ്രോഡക്റ്റുകളെ കിടക്കണം. ഇതൊക്കെ ഈ ഇപ്പൊ ഇറങ്ങുന്ന പ്രോഡക്റ്റ് മാത്രം ഫോക്കസ് ചെയ്യണത് പോരാതെ നമ്മുടെ പ്രോഡക്റ്റുകൾ പ്രോഡക്ട്സ് ആണ്. അതെല്ലാം അതാണ് ഹെൽത്താണ് നമ്മുടേത്. അതിനെയും കൂടി സപ്പോർട്ട് ചെയ്ത് കൊണ്ടുവരണം. അതുപോലെ നമുക്കിപ്പോൾ ഒത്തിരി എന്താണല്ലേ വാട്ടർ പ്യൂരിഫയർ ഒക്കെ ഇറങ്ങി. ഇതൊക്കെ നമ്മുടെ ആൽക്കലൈൻ ഫീച്ചറൊക്കെ ഇതൊക്കെ ഓരോന്നായിട്ട് നമ്മൾ ചെയ്യണം. പിന്നെ അടുത്ത ഒരു പ്രോഡക്റ്റും കൂടെ ഞാൻ പറഞ്ഞുകൊണ്ട് വൈൻഡപ്പ് ചെയ്യാം. അഷ്ടതുളസി എന്ന് പറഞ്ഞാലേ ഈ കാലഘട്ടത്തിന് ഏറ്റവും ആവശ്യമുള്ള ഒരു പ്രോഡക്റ്റാണ് അഷ്ടതുളസി. അഷ്ടതുളസി എന്ന് പറയുമ്പോൾ തന്നെ എല്ലാവർക്കും കേൾക്കുമ്പോൾ അറിയാം, 8 അല്ലെ, 8 തരത്തിലുള്ള തുളസികൾ ചേർന്നിട്ടുള്ള ഒരു ഔഷധം നമുക്ക്, അതായത് സപ്ലിമെന്റ് നമുക്ക് റെഡിയാക്കി തന്നിട്ടുണ്ട്. ആ 8-നകത്ത് എന്താണ്, രാമതുളസി ഉണ്ട്. സാറ് എടുത്തോണ്ട് വന്നു കഴിഞ്ഞു. ഓക്കെ സാറേ, താങ്ക് യു. രക്തം ശുദ്ധീകരിക്കുന്നു അല്ലെ, ആസ്മ, ജലദോഷം, മൂക്ക് അടച്ചു പോകുന്നു. താങ്ക് യു സാറേ, താങ്ക് യു സോ മച്ച്. ശ്വാസകോശ സംബന്ധമായ ആരോഗ്യം മെച്ചപ്പെടുത്തുന്നു. അതുപോലെ തന്നെ എന്താണ്, ചിലർക്കൊക്കെ ചില പൊടിയുടെ അലർജികൾ, ആസ്മ, ജലദോഷം, ചെറുതെ ചുമ്മാ മൂക്ക് വെറുതെ ഇങ്ങനെ നനയുന്ന ഒരവസ്ഥ, അടഞ്ഞു പോകുന്നു. ഇതെല്ലാം റെഡിയാക്കാൻ പറ്റിയ പ്രോഡക്റ്റാണ്. ഇമ്മ്യൂണിറ്റി ഇതിലേറെ ഉണ്ടല്ലേ. നമ്മളെ പ്രതിരോധ ശക്തിയെ സംരക്ഷണ വലയത്തിലാക്കി തരികയാണ് നമ്മുടെ ഈ പ്രോഡക്റ്റ് ചെയ്യണത്. അതിൽ ഒന്നാമത്തെയാണ് ഞാൻ പറഞ്ഞ ശ്യാം തുളസി. രണ്ടാമത് വരുന്നുണ്ട് രാമതുളസി എന്നുള്ള രക്തം ശുദ്ധീകരിക്കുന്നത്. എവിടെ നോക്കുക, നമ്മുടെ പ്രോഡക്റ്റ് ഏത് കഴിച്ചാലും അവിടെ എല്ലാം നടക്കും, ശുദ്ധീകരണമാണ് അല്ലേ. രക്തം ശുദ്ധീകരിക്കുന്നു. അതുപോലെ ചർമ്മ പ്രശ്നങ്ങൾ, നമ്മുടെ വയറിനോ സ്കിന്നിനോ അലർജിക് ടെൻഡൻസി എന്തെങ്കിലും ഉള്ളവരാണെങ്കിലും നമ്മുടെ സ്കിന്നിന് പെട്ടെന്ന് അത് പ്രശ്നം ഉണ്ടാക്കും. പെട്ടെന്ന് അതിന് ഇഷ്ടപ്പെടില്ല അല്ലേ. ചില കാര്യങ്ങൾ ആൾക്കാർ പറഞ്ഞാൽ നമുക്ക് ഇഷ്ടപ്പെടാത്ത പോലെ നമ്മുടെ ശരീരത്തിലുള്ള തൊലിക്കും സ്കിന്നിനും ആ ഒരു പ്രശ്നമുണ്ട്. അവർക്ക് ഇഷ്ടപ്പെടാത്ത കാര്യങ്ങൾ അവർക്ക് കിട്ടിക്കഴിഞ്ഞാൽ അവരെന്നെ പ്രതിരോധിക്കാൻ നോക്കും. അപ്പൊ ആ ഒരു പ്രശ്നങ്ങളും ശരിയാക്കാനായിട്ട് നമ്മുടെ ഈ അഷ്ടതുളസിക്ക് കഴിവുണ്ട്. പിന്നെ ഇതിനകത്തുള്ളത് കപൂർ തുളസിയാണ്. ചുമ, ശ്വാസകോശ രോഗങ്ങൾ തന്നെയാണ് ഇതിനകത്ത് വരുന്നത്. നമ്മൾ ശ്വാസകോശം, അതായത് നമുക്ക് നല്ല രൂപത്തിലൊരു ശ്വസന വ്യവസ്ഥ ഉണ്ടെങ്കിൽ നമുക്ക് എന്തുകൊണ്ടും ശാന്തിയും സമാധാനവും ഉണ്ടാവും ഇല്ലേ. നമുക്ക് എന്തെങ്കിലും പറയുമ്പോൾ വലിയ ബുദ്ധിമുട്ട്, അയ്യോ ഒരു പാട്ട് പാടണമെന്ന് ആഗ്രഹമുണ്ട്, പാട്ട് പാടാൻ തൊണ്ട വരുന്നില്ല, ശ്വാസകോശം സമ്മതിക്കണില്ല, ഇങ്ങനെയൊക്കെ വരുമ്പോൾ നമുക്ക് ബുദ്ധിമുട്ട്. അപ്പൊ നമുക്ക് ഏറ്റവും നല്ലൊരു വ്യവസ്ഥ, ശ്വസന വ്യവസ്ഥ നന്നായിരുന്നാൽ നമുക്ക് മനസ്സിനും ശരീരത്തിനും ഒരു കുളിർമ ഉണ്ടാവണ സംഭവമാണ്. ഇതിന്റെ അകത്ത് എന്താണ് പിന്നെ വരുന്നത്, അരുണ തുളസി, ഹൃദയാരോഗ്യം. അവിടെ വീണ്ടും വരുന്നത് ഹൃദയത്തെ സംരക്ഷിക്കുന്നു. ഹൃദയം എത്ര ഉണ്ട് ഇതുണ്ടോ, അതിനുണ്ടാക്കുന്ന എല്ലാ കാര്യങ്ങളെയും സപ്പോർട്ട് ചെയ്ത് അതിനൊരു വലയത്തിലാക്കിക്കൊണ്ട് പ്രൊട്ടക്ഷൻ കൊടുക്കുന്നുണ്ട് നമ്മുടെ അഷ്ടതുളസി അല്ലേ. പിന്നെന്താണ്, ചെറിയ മുറിവോ കാര്യങ്ങളോ ഒക്കെ ഉണ്ടെങ്കിലും ഇതൊക്കെ തന്നെ ഹീലാവുന്നു. ഇതെങ്ങനെ തന്നെ ഹീലാവുന്നു? ഇതെന്താ വേറെ വല്ലതും ആണോ? ഇതിന്റെ സർക്കുലേഷൻ വേറെ പ്രത്യേകിച്ച് ഒന്നും ചിന്തിക്കണ്ട. നമ്മുടെ സർക്കുലേഷൻ, ബ്ലഡ് സർക്കുലേഷൻ, അതായത് രക്തചംക്രമണം നല്ല രീതിയിൽ നടക്കുമ്പം ഈ വക പ്രശ്നങ്ങൾക്കൊന്നും അവിടെ സ്ഥാനമില്ലാത്തൊരവസ്ഥ വരുന്നു. അതിൽ നിന്നാണ് ഇങ്ങനത്തെ ഉള്ള കാര്യങ്ങൾ നല്ല രൂപത്തിലായിട്ട് നമുക്ക് വരുന്നത്. അങ്ങനെയാണ് ഇതിനകത്ത് വൈറ്റമിൻ സിയും ഒക്കെ അടങ്ങുന്നുണ്ട്. ഇമ്മ്യൂണിറ്റി കൂടുതലുണ്ട്. അപ്പൊ പ്രതിരോധ ശക്തികൾ, ഈ പുറത്തുനിന്നുള്ള അന്യ ആൾക്കാരൊന്നും വലിഞ്ഞു കയറാണ്ട് നമ്മുടെ ശരീരത്തെ പ്രതിരോധിക്കാനുള്ള ഒരു കഴിവും കൂടെ കൊടുക്കുന്നുണ്ട്. പിന്നെയുള്ളത് വിഷ്ണു തുളസിയാണ്. അത് നമ്മൾ എന്താണ്, നമുക്ക് ഓരോ കാര്യങ്ങളും ഉഷാറായിട്ട് ചുറുചുറുക്കോടെ നമുക്ക് ചെയ്യാനും നമ്മുടെ മെമ്മറിയിൽ കിട്ടിയ സംഭവങ്ങൾ അത് മെമ്മറി തന്നെ സൂക്ഷിച്ച് നല്ല രൂപത്തിൽ അത് പ്രതിഫലിപ്പിക്കാനും നമുക്ക് അതിനുള്ള പറയാൻ ആ ഒരു കാര്യങ്ങൾ കോൺസെൻട്രേഷൻ കിട്ടാനും കൂടി സഹായിക്കുന്നുണ്ട്. പിന്നെയുള്ളത് വനത്തുളസി. ഇത് ശരീരത്തിലുണ്ടാകുന്ന കഫം ഒഴിവാക്കുന്നു, ശ്വാസകോശ ആരോഗ്യം വർദ്ധിപ്പിക്കുന്നു. കഫം അല്ലേ,
വാദം, പിത്തം, കഫം നമ്മുടെ ത്രിഫലക്കകത്ത് വരുന്നുണ്ട്. അപ്പൊ ഇതിനകത്ത് എല്ലാം ഒരു മനുഷ്യ ശരീരത്തിന് ആവശ്യമുള്ള 3 സംഗതികളാണ് വാദം, പിത്തം, കഫം. അപ്പൊ ഇത് അധികമായാലോ നമുക്ക് അതിനും വലിയ കുഴപ്പമാവും. പിന്നെ ന്യൂമോണിയായി, അങ്ങനെയായി, ഇങ്ങനെയായി ഓരോ. അപ്പൊ നമുക്കത് ഫോം ചെയ്യണം. അത് കഫം ഇതെല്ലാം നമ്മുടെ ശരീരത്തിന് ആവശ്യമാണ്. ഇതിനകത്ത് ആവശ്യമില്ലാതെ, അതായത് അധികമായിട്ട് സെക്രീറ്റ് ചെയ്യുന്ന പ്രോഡക്റ്റിനെ പുറന്തള്ളാനും കൂടി നമ്മുടെ തുളസി ഉപകരിക്കുന്നുണ്ട്. പിന്നെയുള്ള മുകൾ തുളസിയാണ്. ഇത് കഴിക്കുന്നത് വഴി നമ്മുടെ ഷുഗർ, ഞാനിപ്പോൾ ഷുഗറിന്റെ കാര്യം പറഞ്ഞായിരുന്നു, ഷുഗറിനെ കൂടി കുറച്ച് കൺട്രോൾ ചെയ്യാനായിട്ട് സഹായിക്കുന്നുണ്ട്. അപ്പൊ എന്താണ്, എല്ലാത്തിനും മരുന്നുണ്ട്. ഇത് നമ്മൾ എങ്ങനെ കഴിക്കണം? ഒരു 4 തൊട്ട് 6 തുള്ളി വരെ നമ്മൾ വെള്ളത്തിനകത്ത് ഒഴിച്ച്, ഒന്നും വേണ്ട, നമ്മളിപ്പോൾ എന്നും കുടിക്കുന്ന വെള്ളത്തിന് ജഗ്ഗിലൊക്കെയാണ് എടുത്ത് വെക്കണമെങ്കിൽ അതിനകത്ത് കുറച്ച് ഒരു 5-8 തുള്ളിയൊക്കെ ഒഴിച്ച് വെച്ചിട്ട്, കുട്ടികളാണെങ്കിൽ അവരുടെ അവർ കൊണ്ടുപോകുന്ന വാട്ടർ ബോട്ടിലൊക്കെ ആണെങ്കിൽ 1-2 തുള്ളിയൊക്കെ ഒഴിച്ച് കൊടുത്ത്, അങ്ങനെ നല്ല പെട്ടെന്ന് ഇതൊരു റിലീഫ് കിട്ടുന്നതാണ് അല്ലെ. ശ്വസന പ്രക്രിയ നല്ല രൂപത്തിൽ നടത്താനും ഒരു പ്രോഡക്റ്റ് മാറ്റി വെക്കാനായിട്ട് നമുക്കില്ല. എല്ലാ പ്രോഡക്റ്റും ഒന്നിനൊന്ന് മെച്ചാണ്. ഇനിയിപ്പോ വന്നുകൊണ്ടിരിക്കണം അതിന്റെ അപ്പുറത്താണ് ഇല്ലേ. കിഡ്നിയുടെ, ലിവറിന്റെ ഇതൊക്കെ വരണുണ്ട്. ഇതൊക്കെ നമുക്കൊരു പറയണമെങ്കിൽ ഇപ്പൊ ഒരു പുതിയ പ്രോഡക്റ്റ് വന്നു എന്ന് പറയാനേ എനിക്കുണ്ടാവുള്ളൂ. കാരണം കിഡ്നി റീജിയന്, ലിവർ റീജിയന് അതിന് കൊടുത്ത് അതിനൊരു റിസൾട്ട് കാര്യങ്ങൾ വരാണ്ട് അതിനെക്കുറിച്ച് പറയാൻ വെറുതെ പറയാന്ന് മാത്രമേ ഉള്ളൂ. അത് എനിക്ക് അത്ര താല്പര്യം ഇല്ലാത്തത് കൊണ്ട് ഞാൻ അതിലേക്ക് പോകുന്നില്ല. പ്രോഡക്റ്റുകൾ പുതിയത് വരുന്നുണ്ട് ഇല്ലേ. നമുക്കിവിടെ ഒത്തിരി പ്രോഡക്റ്റ് നമുക്ക് കിട്ടിക്കിടക്കുക. ഈ പ്രോഡക്റ്റുകളൊക്കെ നമുക്ക് ആവശ്യത്തിന് വേണ്ടി മാത്രം ഉണ്ടാക്കി തന്നിരിക്കുന്നതാണ്. ഇത്രയും കംഫർട്ടായിട്ട് ഇല്ലേ, ഇത്രയും എന്ത് പറയാനാ, ഏറ്റവും നല്ല രൂപത്തിൽ ശുദ്ധീകരിച്ച് ഉണ്ടാക്കി തന്ന പ്രോഡക്റ്റ് ആണ് അല്ലേ. അത് നമ്മൾ ഉപയോഗിക്കുക. നമുക്ക് ആവശ്യമുള്ള എല്ലാ സംഭവങ്ങളും ഒരുക്കി തന്നിട്ടുണ്ട്. ചായപ്പൊടി, മുളക് പൊടി എല്ലാം ഉണ്ട്. ഇപ്പൊ ചായപ്പൊടിയുടെയൊക്കെ ഒരു ഡെമോ എടുത്ത് നോക്കിയാൽ അറിയാം നമ്മൾ കഴിച്ചുകൊണ്ടിരുന്ന, ഇന്നലെ വരെ നമ്മൾ കഴിച്ചുകൊണ്ടിരുന്ന സാധനങ്ങൾ എന്താണെന്നുള്ളത്. അപ്പൊ ഒരു വളരെ ചെറിയ ഒരു കാര്യത്തിൽ പോലും നമ്മളത് മനസ്സിലാക്കി മറ്റുള്ളവർക്ക് കൊടുത്താൽ മാത്രമേ അവർക്ക് അത് കണ്ണു തുറക്കുള്ളൂ. അല്ലാതെ നമ്മൾ എന്ത് പറഞ്ഞാലും 10 വട്ടം 100 വട്ടം പറഞ്ഞാലും അവരത് കേൾക്കാൻ പോണില്ല. നേരത്തേക്ക് ആയിരുന്നു എല്ലാത്തിനും ഡെമോ ഉണ്ടായിരുന്നു. ഞാൻ ഏറ്റവും കൂടുതൽ ഡെമോ ചെയ്ത ഒരാളാണ്. ഒരു പ്രോഡക്റ്റ്, കാർഡിയോ ഹെൽത്ത് എല്ലാത്തിനും വേണം. എന്തിന്റെ പ്രോട്ടീൻ പൗഡറിന്റെ വെച്ച് ഒത്തിരി ഇനി ഞാൻ ചെയ്യാൻ ഇനി പുതിയ പ്രോഡക്റ്റുകളെല്ലാം വരണം. അതുമാതിരി ഞാൻ ചെയ്ത് എനിക്ക് അത് താല്പര്യമുണ്ട്. കാരണം എനിക്കതിന്റെ തെറ്റുകുറ്റങ്ങൾ ഇതാണ് നിങ്ങൾ കാണിച്ചു കൊടുത്തത്. ഒരു മല്ലിപ്പൊടി 1 സ്പൂൺ ഇട്ടിട്ട് ഒരു ഗ്ലാസ് വെള്ളത്തിനകത്ത് നമ്മുടെ മല്ലിപ്പൊടിയും പുറത്തത്തെ മല്ലിപ്പൊടിയും ഒന്ന് ഇളക്കി നോക്കിയാൽ അറിയാം അതിനകത്ത് ബാക്കി വരുന്ന സാധനങ്ങൾ എന്താന്ന്. മുളക് പൊടി ഒന്നിട്ട് കലക്കി നോക്കിയാൽ അതിനകത്ത് താരങ്ങളാണുള്ളത്. ഇതൊക്കെ നമ്മൾ ഉപയോഗിച്ച് അറിയണമെങ്കിൽ നമ്മൾ അതിലേക്ക് ഇറങ്ങി വന്ന് നമ്മൾ ഓരോന്ന് ചെയ്ത് മനസ്സിലാക്കിയാൽ മാത്രമേ ആൾക്കാർ വരുള്ളൂ. കാരണം ഇന്നത്തെ കാലഘട്ടം മഞ്ഞളിച്ചിരിക്കുകയാണ്. അഡ്വർടൈസ്മെന്റിൽ കണ്ട് ആൾക്കാർ തല ചുറ്റി വീണ് കിടക്കുകയാണ്. നമ്മൾ എന്ത് പറഞ്ഞാലും ആവൂല. പക്ഷേ ഇപ്പൊ കുറെയൊക്കെ മാറ്റം വന്നിട്ടുണ്ട്. ആരോഗ്യസ്ഥിതികളെ കുറിച്ചിട്ടുള്ള ഒരു ബോധവൽക്കരണം വന്നതിന്റെ ഭാഗമായിട്ട് കുറെ ആൾക്കാർക്ക് ഇതൊക്കെ കുറച്ച് വിശ്വസിക്കാനുള്ള ഒരു താല്പര്യത്തിലേക്ക് വന്നിട്ടുണ്ട്. അത് തെറ്റാണ്, നമ്മൾ ഇതുവരെ ചെയ്തേന്ന് ഒരു ബോധം വന്നിട്ടുണ്ട്. അതായത് നമ്മൾ ഉദ്ദേശിക്കുന്നുള്ളൂ ചെറുതായിട്ടുള്ള ഒരു ബോധവൽക്കരണത്തിൽ കൂടെ മാത്രമേ നമുക്ക് നമ്മുടെ ഈ ഒരു പ്രസ്ഥാനത്തിനെ ഉയർത്തിപ്പിടിക്കാനായിട്ട് സാധിക്കും. ഇത്രയും എന്തുമാത്രം കഷ്ടപ്പെട്ടിട്ടായിരിക്കും അല്ലേ സമീർ മൊയ്ൻ സാർ ഇത്രയോ പ്രോഡക്റ്റുകൾ ഇറക്കി. ഇതന്നെ നമ്മൾ വിചാരിക്കണ പോലെ ഇങ്ങനെ ഉണ്ടായി വരുന്നൊന്നുമല്ലല്ലോ. അതിനുള്ള പാക്കിങ്, അതിന്റെ ബോർഡിൽ അതിന്റെ കറക്റ്റ് സീലിങ്, ഇതെല്ലാം എത്ര കറക്റ്റ് ആയിട്ടാണ് ഒന്നിനും ഒരു കോറലോ വരാണ്ട് കൊണ്ടുതരുന്നത്. അപ്പൊ അതൊക്കെ നമ്മൾ അതിന്റെ ഗുണനിലവാരങ്ങൾ വേർതിരിച്ച് തന്നെ അറിയേണ്ടത് ആവശ്യമാണ്. അങ്ങനെ അറിഞ്ഞ് നമുക്ക് വേണ്ട പ്രോഡക്റ്റുകൾ നമ്മൾ ഉപയോഗിക്കുമ്പോൾ തന്നെ ഈ പറഞ്ഞ CV ഒക്കെ എത്താനൊന്നും ഒരു പ്രയാസവും ഇല്ല. നമ്മുടെ വീട്ടിലേക്ക് തന്നെയുള്ള സാധനങ്ങൾ തന്നെ നമുക്ക് CV ഒക്കെ ഒപ്പിക്കാനായിട്ട് സാധിക്കും. അപ്പൊ ഇത്രയും നേരം എന്നെ കേട്ടിരുന്ന് എന്നെ സഹിച്ച എല്ലാവർക്കും നന്ദിയുണ്ട്. ഒത്തിരി താങ്ക്സ് ഉണ്ട്. എനിക്ക് ഈ ഒരു വേദി തന്ന നമ്മുടെ നന്ദകുമാർ സാറ്, ജോളി സാറ്, ഗ്രേറ്റ് ലീഡേഴ്സായ സതി മാഡം എല്ലാവരും ഉണ്ട്. ഒറ്റൊരുത്തരും പേരെടുത്ത് പറയാനില്ല. എല്ലാവർക്കും എനിക്ക് ഒത്തിരി സന്തോഷമുണ്ട്. ഇങ്ങനെ ഒരു നിങ്ങളുടെ എല്ലാവരെയും കൂടെ കൂട്ടായിട്ടുള്ള ഒരു പ്രോഗ്രാമിൽ എനിക്ക് കുറച്ച് വാക്കുകൾ സംസാരിക്കാൻ ഒരു അവസരം തന്നതിന് ഒത്തിരി പറഞ്ഞറിയിക്കാൻ പറ്റാത്ത അത്ര എനിക്ക് സന്തോഷവുമുണ്ട്. ചാരിതാർത്ഥ്യത്തോടു കൂടി തന്നെയാണ് ഞാൻ പറയുന്നത്. ഓക്കെ, താങ്ക് യു മാം. വെരി ഗുഡ്, സൂപ്പർ താങ്ക് യു സർ. അംബിക.
ഓക്കെ, താങ്ക് യു അംബിയ മാഡം, താങ്ക് യു നന്ദമ്മ സാർ. സാറേ താങ്ക് യു. ഓക്കെ, വളരെ നല്ല രീതിയിൽ തന്നെ സ്വന്തം ഹോസ്പിറ്റൽ എക്സ്പീരിയൻസ് കൂടി ചേർത്ത് വെച്ചുകൊണ്ട് നമ്മുടെ സപ്ലിമെന്റ്സിനെ പറ്റി നന്നായിട്ട് സംസാരിച്ച അംബിയ മാഡത്തിന് പ്രത്യേകം നന്ദി അറിയിക്കുന്നു. വളരെ ആധികാരികമായിട്ട് ഇങ്ങനെ പറയാൻ കഴിവുള്ള കുറച്ച് ആളുകളാണ് നമുക്ക് നമ്മളുടെ മോദി കെയർ ബിസിനസ്സിലുള്ളത്. കാരണം മെഡിക്കൽ ഫീൽഡിൽ എക്സ്പീരിയൻസ് ഉള്ള ആളുകൾ പറയുമ്പോൾ അതിന് കുറച്ചും കൂടി റിസൾട്ട് കൂടുതലായിരിക്കും. അപ്പോ പ്രത്യേക അഭിനന്ദനങ്ങൾ. ഇനിയും ഇതേമാതിരിയുള്ള നല്ല നല്ല ലീഡേഴ്സ്, ട്രെയിനേഴ്സ് ഒക്കെ നമ്മളുടെ മോദി കെയർ ഫാമിലിയിലേക്ക് കടന്നു വരട്ടെ. ഓക്കെ, അങ്ങനെയാണ് നമുക്കൊരു 10 മിനിറ്റ് കൂടി സംസാരിക്കാം. അതിനുശേഷം നമുക്ക് മാസ്റ്റർ ക്ലോസ് ചെയ്യും. അപ്പൊ എന്തായാലും നമ്മൾ പേടിക്കുന്ന ഒരു വാക്കാണ് ICU, അല്ലെ? ICU എന്ന് പറയുന്ന വാക്ക് എല്ലാവർക്കും പേടിയാണ്, ശരിയല്ലേ? എന്താണ് ICUയുടെ ഫുൾ ഫോം? ഇന്റൻസീവ് കെയർ യൂണിറ്റ്, അല്ലെ? അതിനോടൊപ്പം എനിക്ക് മറ്റൊരു കാര്യം എനിക്ക് പറയാനുള്ളത്, വളരെ മനോഹരമായ ഒരു പ്രോഗ്രാമാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഞാനിപ്പോ ലാപ്ടോപ്പിലാണ് ഞാൻ സംസാരിക്കുന്നത്. ഈ ലാപ്ടോപ്പ് നിറയെ പുഞ്ചിരിക്കുന്ന മുഖങ്ങളാണ്. സതി മാഡം, നന്ദകുമാർ സാർ, ലക്ഷ്മി മാഡം, ശാന്ത മാഡം, പ്രവീണ മാഡം, രാജലക്ഷ്മി, അംബിയ മാഡം, അശോകൻ സാർ, സുന്ദരൻ സാർ, വസന്ത, ശാന്ത വിജയൻ, ലീന KP, പ്രസീത, ഹാരിസ്, ജയപ്രകാശ്, റിനി മാഡം, രാധാ രവീന്ദ്രൻ, ഓമന ജയറാം, പ്രേമരാജൻ, രുക്മിണി, സമീറ, ട്രീസ മാഡം, വിജയ്, റിനി, ഒരു ലീന KP, പ്രസീത. അപ്പൊ ഇത്രയ്ക്ക് അല്ലെ, വളരെ മനോഹരമായ പ്രൊഫഷണൽ രീതിയിലാണ് ഇപ്പൊ നമ്മളെ പ്രോഗ്രാം നടന്നുകൊണ്ടിരിക്കുന്നത്. കാരണം സൂം നടന്ന് വീഡിയോ മീറ്റ് ആണ്. ഇത്രയും ആളുകള് വീഡിയോ ഒക്കെ ഓൺ ചെയ്ത് നമ്മളെ പ്രോഗ്രാം മനോഹരമാക്കിക്കൊണ്ടിരിക്കുന്നു. എല്ലാവർക്കും പ്രത്യേകം അഭിനന്ദനങ്ങൾ. എല്ലാവരും ഇത്തരത്തില് നമ്മളുടെ പ്രോഗ്രാമിനെ സജീവമാക്കാൻ വേണ്ടി ശ്രമിക്കുക. അപ്പോഴാണ് ഇത് വളരെ എനർജറ്റിക് ആയിട്ടൊരു മീറ്റിംഗ് ആയിട്ട് മാറുന്നത്, അല്ലെ? അല്ലെങ്കിൽ നമുക്കറിയാം, നമ്മളൊരു ബ്ലാക്ക് ബോർഡില് വെളുത്ത അക്ഷരങ്ങൾ മാത്രമേ കാണൂ, അല്ലെ? ബ്ലാക്കില് വെളുത്ത അക്ഷരങ്ങൾ, അത് എവിടെയാണ് സാധാരണ കാണാറുള്ളത് നമുക്ക് എല്ലാവർക്കും തന്നെ അറിയാം. അപ്പൊ എന്തായാലും പ്രത്യേകം അഭിനന്ദനങ്ങൾ. അപ്പോ ICU നമുക്ക് എല്ലാവർക്കും പേടിയുള്ള ഒരു വാക്കാണ്. പലപ്പോഴും പല സമയങ്ങളിൽ ഈ ICUയുടെ മുൻപില് നമ്മൾ നിൽക്കേണ്ടി വന്നിട്ടുണ്ടാവും. നമ്മുടെ പ്രിയപ്പെട്ട ആളുകൾ അകത്താവുന്ന സമയത്ത്, അല്ലെ, അവിടുത്തെ അറ്റൻഡറുടെ നേഴ്സിന്റെ ഒരു വിളി കാത്ത് അകത്ത് കിടക്കുന്ന പ്രിയപ്പെട്ട ആളെ കാണുന്നതിന് വേണ്ടിയിട്ട്. അപ്പോൾ സാധാരണ നമ്മൾ നെറ്റ്വർക്ക് മാർക്കറ്റിംഗുമായിട്ട് കണക്ട് ചെയ്ത് പറയുമ്പോൾ 2 തരത്തിലുള്ള ICU ആണ് ഉള്ളതെന്ന് പറയുന്നത്. ഒന്ന് ഫിനാൻഷ്യൽ ICU, അല്ലെ? സാമ്പത്തികമായ പ്രതിസന്ധിയിലൂടെ പോകുമ്പോൾ നമ്മൾ പ്രവേശിക്കുന്ന ICU. രണ്ടാമത് നേരത്തെ നമ്മൾ കേട്ട, നമുക്കറിയാവുന്ന മെഡിക്കൽ ICU, അല്ലെ? നമുക്ക് ശാരീരികമായ പ്രശ്നങ്ങൾ വന്നു കഴിയുമ്പോഴേക്കും നമ്മളെ സമയത്തെ കളയുന്ന, പണത്തെ കളയുന്ന, നമ്മളുടെ വേണ്ടപ്പെട്ടവരുടെ സമയത്തെ കളയുന്ന, നമ്മളെ നിരാശപ്പെടുത്തുന്ന മെഡിക്കൽ ICU. വാസ്തവത്തിൽ ഒരു ശരിയായ മോദി കെയർ ബിസിനസ് ചെയ്യുന്ന നല്ല ഒരു ഡയറക്ട് സെല്ലിംഗ് പ്രൊഫഷണലായിട്ട് പ്രവർത്തിക്കുന്ന ഒരാളെ സംബന്ധിച്ച് ഈ 2 ICUയിൽ നിന്നും നമുക്ക് മോചനം ലഭിക്കും, ശരിയല്ലേ? അതെങ്ങനെയാണെന്ന് പറയാം. ഒന്ന്, ഫിനാൻഷ്യൽ ICU എന്ന് പറയുമ്പോൾ നമ്മുടെ സമൂഹത്തിലുള്ള ഒരു 90% ആൾക്കാരും നമ്മുടെ റോബർട്ട് കിയോസാക്കിയുടെ ESBI ഫോർമുലയൊക്കെ പഠിച്ചിട്ടുള്ള ആൾക്കാരും, അല്ലെ? 90% ആളുകളും, അതിൽ 95% ആളുകളും ചെയ്യുന്നത് എന്താണ്? 1 മാൻ ഷോയാണ്, അല്ലെ? 1 മാൻ ഷോ, ഒറ്റയ്ക്കുള്ള അധ്വാനം. നമ്മളുടെ ആരാധനായ റായ് ബഹദൂർ ഗുജർമാൻ മോദി പറഞ്ഞിട്ടുള്ള ഒരു തത്വം ഞാൻ ബൈഹാർഡ് ആക്കിയിട്ടുണ്ട് മോദി കെയർ വന്ന സമയത്ത്. വർക്കിംഗ് ഫോർ യുവർ സെൽഫ് മേ നോട്ട് ബി ദ ഷോറസ്റ്റ് വേ, ബട്ട് ഇറ്റ് ഈസ് ദി ഓൺലി വേ ടു സക്സീഡ് ഇൻ ലൈഫ്, അല്ലെ? എന്താണ്? അവനവന് വേണ്ടി പ്രവർത്തിച്ചെങ്കിൽ മാത്രമേ വിജയിക്കൂ. മറ്റുള്ളവർക്ക് വേണ്ടി പ്രവർത്തിച്ചു കഴിഞ്ഞാൽ, ആർക്ക് വേണ്ടിയാണ് പ്രവർത്തിക്കുന്നത് അവരാണ് വിജയിക്കുന്നത്. ഇത് പണ്ടേ മനസ്സിലാക്കാതെ നമ്മളില് മോദി കെയറിലായിരിക്കും നമ്മൾ പലരും മനസ്സിലാക്കിയിട്ടുണ്ട്. പക്ഷെ മനസ്സിലാക്കാത്ത, അല്ലെങ്കിൽ മനസ്സിലാക്കിയിട്ടും അതിനെ പറ്റി ചിന്തിക്കാതെ 1 മാൻ ഷോ നടത്തിക്കൊണ്ടിരിക്കുന്ന ആളുകൾ ധാരാളമായിട്ടുണ്ട്. അങ്ങനെ 1 മാൻ ഷോ നടത്തുമ്പോഴുള്ള പ്രശ്നം എന്താണ്? എന്തെങ്കിലും ഒരു ആപത്ത് വന്നു കഴിഞ്ഞാൽ, എന്തെങ്കിലും ഒരു അസുഖം വന്നു കഴിഞ്ഞാൽ, അല്ലെ, എന്തെങ്കിലും ഒരു പ്രശ്നം വന്നു കഴിഞ്ഞാൽ, ഒരു ആക്സിഡന്റ് കേസോ ഒരു മാരേജോ എന്തെങ്കിലും ഫംഗ്ഷൻ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്ത് സംഭവിക്കുന്നു? നമ്മളെ ആശ്രയിച്ചുള്ള വരുമാനം മുഴുവൻ ഇല്ലാതാവും. നമ്മൾ കേട്ടിട്ടുണ്ട്, ഞാൻ തനിച്ചുണ്ടാക്കുന്ന 100 രൂപയേക്കാൾ എനിക്കിഷ്ടം 100 പേരുടെ ഓരോ രൂപയാണെന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട്, അല്ലെ? നമ്മൾ തനിച്ചുണ്ടാക്കുന്ന 100 രൂപയാണെങ്കിൽ നാളെ നാം ജോലിക്ക് പോയില്ല എങ്കിൽ ആ 100 രൂപയും ഇല്ലാതാവും, ശരിയല്ലേ? നേരം മറിച്ച് 100 പേരിൽ നിന്നാണ് ഓരോ രൂപ വെച്ച് കിട്ടുന്നതെങ്കിൽ നാളെ നമ്മൾ ജോലിക്ക് പോകാതെയായാൽ എത്ര രൂപ ഇല്ലാതാവും? 1 രൂപ മാത്രമേ ഇല്ലാതാകൂ. ബാക്കി 99 രൂപ നമുക്ക് കിട്ടും, ശരിയല്ലേ? അപ്പോ ഭൂരിഭാഗം വരുന്ന ആളുകളും ഇത്തരത്തിലാണ് വരുമാനം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത് ഇന്നത്തെ ഈ കാലഘട്ടം.
കാരണം അപകടങ്ങളുടെയും കേട്ട് കേൾവി പോലും ഇല്ലാത്ത അസുഖങ്ങളുടെയും ഈ കാലഘട്ടത്തിൽ അല്ലെ, ക്യാൻസറൊക്കെ പകർച്ചവ്യാധി പോലെയാണ്. എത്രയോ വ്യക്തികൾ നമ്മളോടൊപ്പം ഈ ഭൂമിയിലേക്ക് ജനിച്ചു വീണ എത്രയോ വ്യക്തികൾ ഇന്ന് നമ്മളോടൊപ്പം ഇല്ല. കിഡ്നി കംപ്ലൈൻസും ഹാർട്ട് അറ്റാക്സും കരൾ സംബന്ധമായ രോഗങ്ങളൊക്കെ എത്രയോ ആളുകൾ നമ്മൾ വിട്ടുപോയിട്ടുണ്ട്. അപ്പൊ ഒട്ടും സുരക്ഷിതമല്ലാത്ത ഈ കാലഘട്ടത്തില് ഒറ്റയ്ക്കുള്ള അധ്വാനം ശരിക്കും പറഞ്ഞാൽ വലിയൊരു റിസ്ക് ആണ് അല്ലെ. അപ്പൊ അങ്ങനെ വൺ മാൻ ഷോയിൽ പോയി കഴിയുമ്പോൾ നേരത്തെ പറഞ്ഞ പോലെ എന്തെങ്കിലും പ്രശ്നം വന്നു കഴിയുമ്പോൾ നമ്മൾ ഫിനാൻഷ്യൽ ഐസിയിലേക്ക് മാറുന്നു. നമ്മൾ മറ്റുള്ളവരുടെ മുൻപിൽ കൈ നീട്ടേണ്ടി വരുന്നു. ശരിയല്ലേ? എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്, ആദ്യകാലങ്ങളിൽ മോദി കെയർ ബിസിനസിന് മഹത്വം മനസ്സിലാക്കി പലരോടും മോദി കെയർ പറഞ്ഞ സമയത്ത് നമ്മളോട് സഹകരിക്കാതിരുന്ന, നമ്മളെ കുറ്റം പറഞ്ഞ പലരും ഒരു അത്യാവശ്യം വന്നു കഴിഞ്ഞപ്പോൾ പൊതുജനങ്ങളിൽ നിന്ന് പോലും പണം സംഭരിച്ച് ചികിത്സ നടത്തേണ്ടി വന്നിട്ടുണ്ട്. എന്റെ തന്നെ പ്രിയപ്പെട്ട പല ആളുകളും. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത്, അപ്പൊ തീർച്ചയായിട്ടും അത്തരത്തിലുള്ള ഫിനാൻഷ്യൽ ഐസിയിലേക്ക് പോകാതെ നമ്മളെ പ്രൊട്ടക്ട് ചെയ്യാൻ കഴിവുള്ള ഒരു ഇൻഡസ്ട്രിയാണ് നെറ്റ്വർക്ക് മാർക്കറ്റിംഗ്, ഡയറക്ട് സെല്ലിംഗ് അല്ലെങ്കിൽ മോദി കെയർ. കാരണം എന്താണ്? ഇവിടെ ആദ്യകാലങ്ങളിൽ നമ്മൾ ഒറ്റക്കായിരിക്കും അല്ലെ. ആദ്യകാലങ്ങളിൽ നമ്മൾ ഒറ്റക്കായിരിക്കും. നമ്മൾ ഈ സിസ്റ്റം മനസ്സിലാക്കി മറ്റുള്ളവരുമായിട്ട് ഈ അവസരം ഷെയർ ചെയ്യുന്ന വഴിയായിട്ട് ചില ആളുകൾ വരുന്നു, ചില ആളുകൾ നന്നായിട്ട് ചെയ്യുന്നു. അങ്ങനെ ഇത് അതിൻ്റെതായ രീതി പടിപടിയായി കുറെ കഴിയുമ്പോൾ നമ്മുടെ നെറ്റ്വർക്ക് വളരുന്നു. നമ്മൾ കാണാത്ത സ്ഥലങ്ങളിലേക്ക്, കാണാത്ത ആളുകളിലേക്ക് നമ്മൾ ബിസിനസ് പോകുന്നു അല്ലെ. കുറെ കഴിയുമ്പോൾ നമ്മൾ കണ്ടിട്ട് പോലും ഇല്ലാത്ത ആളുകൾ ചെയ്യുന്ന പ്രവർത്തനങ്ങൾ പോലും നമ്മുടെ പ്രവർത്തനങ്ങളായി മാറ്റി അല്ലെങ്കിൽ അത്തരത്തില് ആക്കി നമുക്ക് വരുമാനം തരാൻ കഴിവുള്ള ഓരോരോ ഇൻഡസ്ട്രിയാണ് നെറ്റ്വർക്ക് മാർക്കറ്റിംഗ്. നമ്മൾ അതിലാണ് ആയിരിക്കുന്നത്. അത് അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന നൂറുകണക്കിന്, ആയിരക്കണക്കിന്, പതിനായിരക്കണക്കിന് വ്യക്തികൾ നമ്മളോടൊപ്പം ഉണ്ട് അല്ലെ. അപ്പൊ അവരെ നമുക്ക് ഫോളോ ചെയ്യാം. അപ്പൊ ഫിനാൻഷ്യൽ ഐസിയിലേക്കുള്ള യാത്രയെ തടയാൻ മോദി കെയറിന്റെ മാർക്കറ്റിംഗ് പ്ലാൻ വഴി, മോദി കെയർ സിസ്റ്റം വഴി നമുക്ക് സാധിക്കും. ഒരു എംപ്ലോയിക്ക് പകരം എംപ്ലോയറായി മാറാൻ സാധിക്കും അല്ലെ. ജോലി ചെയ്യുന്ന ആൾക്ക് പകരം എംപ്ലോയറായി മാറാൻ സാധിക്കും അല്ലെ. ജോലി കൊടുക്കുന്ന ആൾക്കാരായിട്ട് നമുക്ക് മാറാനായിട്ട് സാധിക്കും അല്ലെ. ഒരു ഓണർക്ക് വേണ്ടി പ്രവർത്തിക്കുന്നതിന് പകരം നമുക്ക് വേണ്ടി പ്രവർത്തിക്കാനായിട്ട് നമുക്ക് സാധിക്കും. ഇനി മെഡിക്കൽ ഐസിയു, ഒരു ഐസിയു നമ്മൾ പറഞ്ഞു. രണ്ടാമത് എന്താണ്? മെഡിക്കൽ ഐസിയു. എങ്ങനെയാണ് മെഡിക്കൽ ഐസിയുയിലേക്കുള്ള പ്രയാണം നമുക്ക് തടയാൻ സാധിക്കുന്നത്? ഇന്ന് ഭൂരിഭാഗം വരുന്ന ആൾക്കാരെ സംബന്ധിച്ചും അവർക്ക് ശരിയായിട്ടുള്ള അവയർനെസ് കിട്ടുന്നില്ല. എന്ത് കഴിക്കണം, എങ്ങനെ കഴിക്കണം, എന്തെല്ലാമാണ് ശരീരത്തിന് വേണ്ടത്, ഇതൊന്നും കൃത്യമായിട്ട് പലർക്കും അറിയില്ല എന്നുള്ളതാണ്. അപ്പൊ മോദി കെയർ സജീവമായിട്ട് പ്രവർത്തിക്കുന്ന ഒരാളെ സംബന്ധിച്ച് അയാളുടെ ഹെൽത്തിനെ പറ്റി അല്ലെ, അയാളുടെ ഭക്ഷണക്രമങ്ങളെ പറ്റി, അയാൾ ചെയ്യേണ്ട കാര്യങ്ങളെ പറ്റി എല്ലാം വ്യക്തമായിട്ടുള്ള അവയർനെസ് ട്രെയിനിങ്ങുകളിലൂടെയും പ്രോഗ്രാമുകളിലൂടെയും നമ്മുടെ സ്പീക്കേഴ്സ്, നമ്മുടെ ട്രെയിനേഴ്സ് കൊടുക്കുന്നുണ്ട്. അത്തരത്തിൽ കൃത്യമായിട്ട് നേരത്തെ അമ്പി മാഡം പറഞ്ഞ പോലെ വെള്ളം കുടിക്കുകയും എക്സസൈസ് ചെയ്യുകയും ശരീരത്തിന് ആവശ്യമായ പോഷകങ്ങൾ കൊടുക്കുകയും ചെയ്യുന്ന വഴിയായിട്ട് ഒരു പരിധി വരെ ഇത്തരത്തിലുള്ള അസുഖങ്ങളിൽ നിന്ന് ഒരു പരിധി വരെ നമുക്ക് മോചനം നേടാൻ സാധിക്കും. നമ്മൾ കേട്ടിട്ടുണ്ട് താൻ പാതി ദൈവം പാതി എന്ന് പറയുന്നവരെ. നമ്മുടേതായ കാര്യങ്ങൾ നമുക്ക് ചെയ്യാൻ പറ്റും. നമ്മുടെ കുഴപ്പം കൊണ്ട്, നമ്മുടെ ഭക്ഷണത്തിൽ വരുത്തുന്ന പോരായ്മകൾ കൊണ്ട്, നമ്മുടെ ദുശീലങ്ങൾ കൊണ്ട് അസുഖം വരാതെ നമുക്ക് പ്രൊട്ടക്ട് ചെയ്യാൻ പറ്റും. ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം നമ്മളെ സൃഷ്ടിച്ച അല്ലെ ജഗദീശ്വരന് വിട്ടുകൊടുക്കാൻ പറ്റും. അപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ മെഡിക്കൽ ഐസിയിലേക്ക് പോകാതിരിക്കാനായിട്ട് സഹായിക്കുന്ന ധാരാളം ഉൽപ്പന്നങ്ങളും പതേമാരെയുള്ള ജീവിത ശൈലി എപ്രകാരമായിരിക്കണം എന്നുള്ള ട്രെയിനിങ്ങുകളൊക്കെ ഇവിടെ നമുക്ക് ലഭിക്കുന്നുണ്ട്. നമ്മളിപ്പോഴും കേൾക്കാറുള്ള ഒരു കാര്യമാണ്, ഞാൻ തന്നെ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്, നമ്മൾ ഒരു 10 വർഷം മാത്രം പ്രായമുള്ള, ഒരു 10 വർഷം മാത്രം ഉപയോഗിക്കുന്ന ഒരു 2 വീലറിന് വേണ്ടി, ഒരു ബൈക്കിന് വേണ്ടി 100 രൂപയെങ്കിലും നമ്മൾ ചെലവാക്കാറുണ്ട് അല്ലെ. പെട്രോൾ അടിക്കണം, സർവീസ് ചെയ്യണം, ഇൻഷുറൻസ് അടക്കണം, ടാക്സ് അടക്കണം, മറ്റു മെയിൻ്റനൻസിന് വേണ്ടിയൊക്കെ 100 രൂപയെങ്കിലും നമ്മൾ മുടക്കുന്നുണ്ട്. ശരിയല്ലേ? ചിലപ്പോൾ ആ വണ്ടി ഓടുന്നുണ്ടാവും, ഷെഡിലായിരിക്കും, എങ്കിലും ഇതൊക്കെ അടക്കേണ്ടി വരും. അപ്പൊ അങ്ങനെയാണെങ്കിൽ 100 വയസ്സ് വരെ ജീവിക്കാൻ അല്ലെ അനുമതി തന്നിട്ടുള്ള നമുക്ക്, കാരണം നമ്മളെ പൂർവികന്മാരൊക്കെ നോക്കിക്കഴിഞ്ഞാല് 80കളിലും 90കളിലും 100കളിലൊക്കെ വളരെ സജീവമായിട്ട് ജീവിച്ചിരുന്ന ആൾക്കാർ ഉണ്ട്. ഇപ്പോഴും ചിലരൊക്കെ ഉണ്ട്, പഴയ ഭക്ഷണം കഴിച്ച ആൾക്കാരൊക്കെ. അപ്പോ വെറും 10 വയസ്സുള്ള ഈ പറയുന്ന ബൈക്കിന് വേണ്ടി 100 രൂപ മുടക്കാമെങ്കിൽ അതിനെ നിയന്ത്രിക്കുന്ന, അതിൽ യാത്ര ചെയ്യുന്ന നമുക്ക് വേണ്ടി എത്ര രൂപ നാം മുടക്കുന്നുണ്ട്? 100 വയസ്സ് വരെ ജീവിക്കാൻ കഴിവുള്ള
അത്രയ്ക്ക് പവർഫുൾ ആയിട്ടുള്ള ഓർഗൻസ് ഒക്കെ തന്നിട്ടാണ് നമ്മളിങ്ങനെ വിട്ടിരിക്കുന്നത്. നമ്മുടെ കയ്യിലിരിപ്പുകൊണ്ടാണ് ഇതൊക്കെ ഈ പറയുന്ന നമ്മൾ ആയുസ് കുറഞ്ഞുകൊണ്ടിരിക്കുന്നത് പലർക്കും അറിയാം. ഞാൻ ഉദ്ദേശിക്കുന്ന ഈ പ്രോഗ്രാമിലുള്ള പ്രിയപ്പെട്ട മോദി കെയർ കൺസൾട്ടൻസിനെയോ ലീഡേഴ്സിനെയോ ഉദ്ദേശിച്ചല്ല പറയുന്നത്, പുറത്തുള്ള ആൾക്കാരെ ഉദ്ദേശിച്ചു. ശരിയല്ലേ ഞാൻ പറയുന്നത്? അപ്പൊ അത്തരത്തില് വേണ്ട രീതിയിൽ നമ്മളെ കെയർ ചെയ്താല്, പ്രത്യേകിച്ച് നമ്മുടെ മോദി കെയർ തരുന്ന ഓഫറുകൾ, നമ്മുടെ റീറ്റെയിൽ ബെനിഫിറ്റ്സ്, നമുക്ക് കിട്ടുന്ന മറ്റ് ഓഫറുകൾ, ലോയൽറ്റി പ്രോഗ്രാമുകളിലൂടെയൊക്കെ പോകുമ്പോൾ നമ്മുടെ സപ്ലിമെന്റ്സ് ഒക്കെ തികച്ചും പകുതി വിലയ്ക്ക് നമുക്ക് ഉപയോഗിക്കാനായിട്ട് സാധിക്കും. അപ്പോൾ തീർച്ചയായിട്ടും നമ്മൾ എന്ന് പറയുന്ന, നമ്മളെ ആത്മാവ് വസിക്കുന്ന ദേവാലയം എന്ന് പറയുന്ന നമ്മുടെ ശരീരത്തിന് വേണ്ടി ഇത്തരത്തിലുള്ള സപ്ലിമെന്റ്സ് കൃത്യമായിട്ട് ഉപയോഗിക്കുകയും കൃത്യമായിട്ടുള്ള പോഷകാഹാരങ്ങൾ കഴിക്കുകയും എക്സസൈസ് ചെയ്യുകയും വെള്ളം കുടിക്കുകയും ഒക്കെ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നേരത്തെ പറഞ്ഞ പോലെയുള്ള രണ്ടാമത്തെ ഐസിയിലേക്കുള്ള യാത്രയും ഒരു പരിധിവരെ നമുക്ക് കുറക്കാനായിട്ട് സാധിക്കും, അല്ലെ? ഞാൻ പലപ്പോഴും പറയാം, മോദി കെയർ ശക്തമായിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന ആളുകൾ പൂർവാധികം സുന്ദരികളും സുന്ദരന്മാരും ആരോഗ്യവാന്മാരുമായാണ് മാറിക്കൊണ്ടിരിക്കുന്നത്. അവരുടെയൊക്കെ ഫോട്ടോ, ഇപ്പോഴത്തെ ഫോട്ടോയും ഒരു 10 വർഷത്തിന് മുമ്പുള്ള ഫോട്ടോ നോക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഗ്ലാമർ 10 വർഷത്തിന് മുമ്പുള്ള ഫോട്ടോയ്ക്കാണോ ഇപ്പോഴുള്ള ഫോട്ടോയ്ക്കാണോ? തീർച്ചയായിട്ടും ഇപ്പോഴുള്ള ഫോട്ടോയ്ക്കായി. കാരണം അവരുടെ ജീവിതശൈലി, അവർക്ക് കിട്ടുന്ന ഹാപ്പിനെസ്, അവർ കഴിക്കുന്ന ഉൽപ്പന്നങ്ങൾ, അല്ലെ, അവരുടെ ജീവിതശൈലി അവരെ അത്തരത്തിലേക്ക് മാറ്റി കഴിഞ്ഞു. അപ്പോൾ തീർച്ചയായിട്ടും ഇത്തരത്തിലുള്ള 2 ഐസിയിലേക്കുള്ള യാത്ര നമുക്ക് ഒഴിവാക്കാം. അപ്പൊ അങ്ങനെയാണെങ്കിൽ നമ്മൾ ഇപ്പോ ഒരു പുതിയ വഴിയിലാണ്, അല്ലെ? ദ ന്യൂ വേ, ദി ഓൺലി വേ, ദി മോദി വേ, അല്ലെ? ഒരുപാട് മാറ്റങ്ങളിലൂടെയാണ് നമ്മൾ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത്. ഇപ്പൊ നേരത്തെ നന്ദകുമാർ സാർ പറഞ്ഞ പോലെ തന്നെ ഏത് കാര്യം എടുത്തു കഴിഞ്ഞാലും അവിടെ ഒരു പോസിറ്റീവും ഒരു നെഗറ്റീവും ഉണ്ടാവും. 100% പെർഫെക്റ്റ് ആയിട്ടുള്ള വ്യക്തികളോ സാഹചര്യങ്ങളോ പ്ലാനുകളോ ഒന്നുമില്ല, അല്ലെ? പക്ഷേ നമ്മൾ മൊത്തം നോക്കുന്ന സമയത്ത് ഇവിടെ പോസിറ്റീവായുള്ള കാര്യങ്ങൾ തന്നെയാണ് കൂടുതൽ. ഇവിടെ ഒരു ചെറിയൊരു എക്സാമ്പിൾ, ഒരു ചെറിയ സ്റ്റോറി ഒരു പക്ഷെ നമ്മൾ കേട്ട് കാണും. 2 സുഹൃത്തുക്കള് പാർക്കിലൂടെ അതിന് ഉലാത്തുന്ന സമയത്ത് ഒരു വ്യക്തി പറഞ്ഞു, നല്ല മനോഹരമായിട്ടുള്ള പനിനീർ പുഷ്പങ്ങൾ. അദ്ദേഹം പാർക്കിൽ നോക്കിയിട്ട് പറഞ്ഞു, നല്ല മനോഹരമായ പനിനീർ പുഷ്പങ്ങൾ, അത് മാത്രമല്ല അതിന്റെ പരിമളം മൂക്കിലേക്ക് അടിക്കുന്നു, അല്ലെ? എന്ത് രസമാണെന്ന് കാണാൻ. ആദ്യത്തെ ആള് പറഞ്ഞു. രണ്ടാമത്തെ ആള് പറഞ്ഞു, താങ്കൾ പറഞ്ഞത് ശരിയാണ്, നല്ല ഭംഗിയുണ്ട്, സ്മെല്ലെല്ലാം ഉണ്ട്, പക്ഷെ ആ റോസാപ്പൂവിന് താഴെ നിറയെ മുള്ളുകളാണ്, അല്ലെ? അപ്പൊ ആദ്യം പറഞ്ഞ ആള് വളരെ പോസിറ്റീവായിരുന്നു, രണ്ടാമത്തെ ആൾ എന്തായിരുന്നു? അല്പം നെഗറ്റീവായിരുന്നു. അതിനുശേഷം അവർ കുറച്ച് നടന്നു കഴിഞ്ഞപ്പോൾ മുന്തിരിപ്പഴങ്ങൾ വിൽക്കുന്ന ആ ഒരു ആളെ കണ്ടു, ഒരു വ്യക്തിയെ കണ്ടു. അവർ അദ്ദേഹത്തിന്റെ കയ്യിൽ നിന്ന് മുന്തിരിപ്പഴങ്ങൾ വാങ്ങിക്കഴിച്ചു. അപ്പൊ ആദ്യത്തെ ആള് പറഞ്ഞു, നല്ല മധുരമുള്ള മുന്തിരിപ്പഴങ്ങൾ. രണ്ടാമത്തെ ആള് പറഞ്ഞു, നല്ല മധുരമൊക്കെ ഉണ്ട്, പക്ഷെ അതിൽ നിറയെ കുരുക്കളാണ്. അപ്പോ അദ്ദേഹം എന്താണ്? അല്പം നെഗറ്റീവായിരുന്നു. എന്ന് പറയുന്നത് എന്തിനും നല്ല കാര്യം വന്നു കഴിഞ്ഞാലും അതിന് പോസിറ്റീവായിട്ട് കാണുന്ന ആളുകളും നെഗറ്റീവായിട്ട് കാണുന്ന ആൾക്കാരുണ്ട്, അല്ലെ? നമുക്കറിയാം, വാഹനം വളരെ നല്ലതാണ്, അല്ലെ? വാഹനം നമ്മളെ സുരക്ഷിതമായി നമുക്ക് ഇഷ്ടമുള്ള സ്ഥലത്തേക്ക് നമ്മൾ എത്തിക്കും. പക്ഷെ അതിനൊരു നെഗറ്റീവ് സൈഡ് ഉണ്ട്. എന്താണ്? അപകടങ്ങൾ സംഭവിക്കാം, അല്ലെ? നമ്മളുടെ കയ്യിൽ ഒരു മൂർച്ചയുടെ കത്തി കിട്ടിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മനോഹരമായിട്ടുള്ള ഭക്ഷ്യവസ്തുക്കൾ നമുക്ക് അരിയാം, നമ്മൾ ടേസ്റ്റി ആയിട്ടുള്ള ഫുഡ് ഉണ്ടാക്കാം. അതൊരു കൊലയാളിയുടെ കൈ കിട്ടിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിലും അതൊരു അപകടകരമായ വസ്തുവായിട്ട് മാറും. എന്ന് പറയുന്നത് ഈ ലോകത്തുള്ള എല്ലാ കാര്യങ്ങളിലും പോസിറ്റീവ് ഉണ്ട്, നെഗറ്റീവ് ഉണ്ട്. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത്, മോദി കെയറിന് ഇപ്പോഴത്തെ പ്ലാൻ സൂപ്പർ പ്ലാനാണ്. ഇത്രയും കാലം വരെ കണ്ട പ്ലാനുകളിൽ വെച്ച് ഏറ്റവും മനോഹരമായ പ്ലാനാണ്. കാലോചിതമായ മാറ്റമാണ് വന്നിരിക്കുന്നത്. കാരണം ഇപ്പോൾ ഉള്ള ആളുകളുടെ പ്രത്യേകത, എസ്പെഷ്യലി യങ് ജനറേഷന്റെ പ്രത്യേകത, കാത്തിരിക്കാൻ സമയമില്ല. എല്ലാവർക്കും പെട്ടെന്ന് വേണം, ശരിയല്ലേ? എല്ലാവർക്കും പെട്ടെന്ന് കാര്യങ്ങൾ വേണം. മോദി കെയർ ഇപ്പൊ ചെയ്തിരിക്കുന്നത്, പെട്ടെന്ന് പണം വേണ്ട ആളുകൾക്ക് പെട്ടെന്ന് പണം കിട്ടുന്നതിനും സ്ഥിരമായിട്ടുള്ള വരുമാനം കിട്ടേണ്ട ആൾക്കാർക്ക് സ്ഥിരമായിട്ട് വരുമാനം കിട്ടുന്ന രീതിയിലും വ്യത്യസ്തമായ രീതിയിലുള്ള വരുമാനങ്ങളാണ് നമുക്ക് പുതിയ പ്ലാനിലൂടെ കിട്ടിക്കൊണ്ടിരിക്കുന്നത്, അല്ലെ? ആഴ്ചയിൽ വരുമാനം വേണ്ട ആളുകൾക്ക് നന്നായിട്ട് വർക്ക് ചെയ്ത് ആഴ്ചയിൽ വരുമാനം വാങ്ങിക്കാം. ഇനി മാസം വരുമാനം വേണ്ട ആളുകൾക്ക് മാസത്തിൽ വരുമാനം മേടിക്കാം. വളരെ മനോഹരമായ ഒരു പ്ലാൻ. സാധാരണ പ്രോഡക്റ്റ് ഓറിയന്റഡ് കമ്പനികളിൽ നിന്നും ഇത്തരത്തിലുള്ള വരുമാനം സാധാരണ കിട്ടാറില്ല. പക്ഷെ സമീർ മോദി സാറ് നമ്മളുടെയും ഇനി വരാൻ പോകുന്ന ജനറേഷന്റെ എല്ലാം പൾസ് മനസ്സിലാക്കിയിട്ടാണ് ഇത്തരത്തിലുള്ള ഒരു മാറ്റം നമുക്ക് തന്നിട്ടുള്ളത്. അപ്പോൾ മാറ്റങ്ങളെ പറ്റി വ്യക്തമായിട്ട് പഠിക്കുക, പ്ലാൻ നന്നായിട്ട് പഠിക്കുക, നല്ല രീതിയിൽ വരുമാനം ഉണ്ടാക്കാൻ പറ്റിയ സൂപ്പർ ബാറ്റൽ പ്ലാനാണ്. അപ്പൊ സമയത്തിന്റെ പോരായ്മയിൽ ഞാൻ പ്ലാനുകളിലേക്കൊന്നും കൂടുതൽ പോകുന്നില്ല. 2025 നമ്മുടെ കമ്പനി പറയുന്ന രീതിയിൽ പ്രവർത്തിക്കുക. അതിനോടൊപ്പം നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ്,
20 വർഷത്തിന് ശേഷമാണ് നമ്മൾ ആരാധനായ നമ്മളുടെ MD, നമ്മുടെ ബിഗ് ബോസ് സമീർ ജി കേരളം സന്ദർശിക്കുന്നത്. മനോഹരമായ ഒരു പ്രോഗ്രാം കൊച്ചിയിൽ നടക്കുന്നു. സമീർ മോദി ഈ അറ്റൻഡ് ചെയ്യുന്ന പ്രോഗ്രാമുകളൊക്കെ അതൊരു വേറെ ലെവലാണ്. അതിപ്പോ നന്ദകുമാർ സാറിനും നമ്മളെ ഈ പ്രോഗ്രാമിൽ ഇപ്പോ ഒരുപാട് ട്രിപ്പൊക്കെ പോയ ഒരുപാട് ലീഡേഴ്സ് ഉണ്ട്. ഇപ്പോ പ്രമീള മാഡം, സതി മാഡം, ലക്ഷ്മി മാഡം, കുറെ ലീഡേഴ്സ് ഉണ്ട്. എല്ലാവരുടെ പേര് പറയുന്നില്ല. ആരെയൊക്കെയാണ് മോൻ കാണുന്നു നോക്കട്ടെ. റീന പ്രശാന്ത് മാഡത്തിനെ കണ്ടിരുന്നു. അപ്പോ സമീർ മോദി പങ്കെടുക്കുന്ന പ്രോഗ്രാം എന്ന് വെച്ചാൽ അതൊരു വേറൊരു ലെവലാണ്. അവിടുത്തെ ആ വൈബ് അതൊരു വേറെ ലെവലാണ് അല്ലെ. അവാർഡ് നൈറ്റുകളൊക്കെ വെമ്പുന്ന കാര്യങ്ങളൊക്കെ അവിടെ സംഭവിക്കാൻ പോകുന്നത്. അപ്പൊ ഒരു ലീഡർ പോലെ ആ പ്രോഗ്രാം മിസ് ചെയ്യരുത്. ഒരു ടൂർ പോകുന്ന രീതിയിൽ എല്ലാവരും തന്നെ ആ ചെറിയ ഒരു ഇൻവെസ്റ്റ്മെന്റ് ഒക്കെ നടത്തി ആ ഒരു മാമാങ്കത്തിൽ പങ്കെടുക്കുക. അവിടെ വെച്ച് കാണാം, നേരിട്ട് കാണാം. അപ്പൊ എല്ലാവരും വിജയാശംസകൾ നേരുന്നു. ക്ലോസിംഗിലും സംസാരിക്കുന്നതിന് വേണ്ടി ഞാൻ വീണ്ടും നന്ദകുമാർ സാറിനെ ക്ഷണിക്കുന്നു. താങ്ക് സോ മച്ച്. ജയ് മോദിക്ക്. താങ്ക് യു. ഓക്കെ ജോളി, സൂപ്പർ. എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു. കാരണം 2 പ്രഗത്ഭരുടെ ട്രെയിനിങ് ആയിരുന്നു എന്ന് പറയുന്നു. വളരെ ഉന്നത നിലവാരം പുലർത്തുന്ന പ്രൊഡക്റ്റ് ട്രെയിനിങ് നമ്മളുടെ അംബിക നടത്തി. വളരെ ഇഷ്ടപ്പെട്ടു എനിക്ക്. വളരെ വ്യക്തവും അതേപോലെ ആധികാരികവും അതേപോലെ തന്നെ അനുകരിക്കാവുന്ന രീതിയിലുള്ള നല്ല ഉപദേശങ്ങളും നിർദ്ദേശങ്ങളുമാണ് ആ ട്രെയിനിങ്ങിൽ ഉടനീളം. യാഥാർത്ഥ്യത്തോടു കൂടിയുള്ള സമീപനം നമുക്ക് ആസ്വദിക്കാനായിട്ട് സാധിച്ചത് തികച്ചും വിജ്ഞാനപ്രദമായിരുന്നു. അതേപോലെ തന്നെ ജോളി, ഞാൻ നേരത്തെ തന്നെ പറഞ്ഞു, എൻ്റെ വളരെ അടുത്ത സുഹൃത്തായതുകൊണ്ട് ഞാൻ സാറേ ഒന്നും വിളിക്കാറില്ല, ജോളി എന്നേ വിളിക്കാറുള്ളൂ. ഞാൻ പിന്നെ ഒന്നിച്ച് കാണുമ്പോൾ ഞങ്ങൾ പറയാറുണ്ട് ജോളി ഈസ് ഓൾവേസ് ജോളി, ജോളി ഈസ് ഓൾവേസ് ജോളി എന്ന്. കാരണം അത്ര നല്ല ജോളിയായിട്ട് നമുക്ക് കൂട്ടുകൂടാവുന്ന ഒരു വ്യക്തിയാണ് ജോളി. ജോളി പറഞ്ഞതെല്ലാം അല്ലേ, പല പല ഉപമകളും ഉദാഹരണങ്ങളും ICUവിന്റെ ഉപമയൊക്കെ പറഞ്ഞത് അത് തികച്ചും കുറിക്ക് കൊള്ളുന്ന രൂപത്തിലായിരുന്നു. അത് ആരെയും ഞെട്ടിപ്പിക്കുന്ന രൂപത്തിൽ, ആരെയും ഇഷ്ടപ്പെടുത്തുന്ന രൂപത്തിലുള്ള ഒരു സൂപ്പർ ട്രെയിനിങ് നമ്മൾ ഇന്ന് അറ്റൻഡ് ചെയ്തു. ഇനി കൂടുതൽ ഞാനൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. പക്ഷെ എങ്കിലും ഇവിടെ നമ്മളുടെ അംബിക മാഡം സംസാരിച്ചതിൽ, അംബിക സിസ്റ്റർ സംസാരിച്ചതിൽ ഒരു വാക്ക് അതെനിക്ക് കുറച്ച് ബുദ്ധിമുട്ടായിട്ട് തോന്നി. ബുദ്ധിമുട്ടല്ല, അതിനെക്കുറിച്ചൊന്ന് ചെറുതായിട്ട് പറയണം എന്ന് തോന്നി, അത്രേ ഉള്ളൂ അല്ലേ. വില കൂടുതലാണെങ്കിലും നമ്മളുടെ വെൽനസ് ഉൽപ്പന്നങ്ങൾ വാങ്ങി ഉപയോഗിക്കണം എന്നൊരു ചെറിയ പരാമർശം. ഞാൻ ചോദിക്കട്ടെ മാഡം, നമ്മളുടെ കപ്പാസിറ്റിയിൽ കവിഞ്ഞ് ഉപയോഗിക്കുന്ന ഒരുപാട് വസ്തുക്കൾ ഉണ്ടല്ലേ, നമ്മളുടെ കപ്പാസിറ്റിയിൽ കവിഞ്ഞ്. കാരണം എപ്പോഴും നമ്മൾ ക്വാളിറ്റി ഇഷ്ടപ്പെടുന്ന ആൾക്കാരായിരിക്കും. മോദി കെയറിന്റെ പ്രൊഡക്റ്റ് ഒന്നും വില കൂടുതലേ അല്ല. അതാണ് പ്രധാനമായിട്ട് പറയാനുള്ളത്. മാഡം പറഞ്ഞതിൽ തെറ്റൊന്നുമില്ല. കാരണം മറ്റുള്ളവർ നോക്കുമ്പോൾ അതിൽ വില കൂടുതലാന്ന് കാണാം, ഒരുപക്ഷെ തോന്നാം. പക്ഷെ പെർക്കാപ്പിറ്റ യൂസിൽ നമ്മളുടെ അലക്കുപൊടിയാണെങ്കിൽ ഇല്ലേ, നേരത്തെ കിട്ടിയിരുന്ന കാരത്തേക്കാൾ ചീപ്പാണ്. നമ്മളുടെ പേസ്റ്റ് ആണെങ്കിൽ കിട്ടുന്ന ഏറ്റവും ചീപ്പായിട്ടുള്ള പേസ്റ്റിനേക്കാൾ ചീപ്പാണ് മോദി കെയറിന്റെ പേസ്റ്റ്. അങ്ങനെ ഏത് വസ്തു ഉപയോഗിച്ചാലും അല്ലേ, ഇപ്പൊ മുളക് പൊടി സ്പൂണ് കണക്കിന് വാരി ഇടേണ്ട സ്ഥാനത്ത് നമ്മളുടെ ഒരു ചെറിയ ടീസ്പൂൺ മതി ഒരു നേരത്തെ കറിയിൽ ഇടാനായിട്ട്. അങ്ങനെ ഓരോന്നോരോന്നോരോന്നും അത്രയും കോൺസെൻട്രേറ്റഡ് ആണ്. പിന്നെ നമ്മളെല്ലാവരും ക്വാളിറ്റി ഇഷ്ടപ്പെടുന്ന ആൾക്കാർ എന്ന് വെച്ചാൽ 99% ആൾക്കാർ. ചിലപ്പോൾ ഒരാളുണ്ടാവും 100-ല് ക്വാളിറ്റി ഒന്നും നോക്കണ്ട, എന്തെങ്കിലും മതി എന്ന് പറയുന്നവര്. അപ്പൊ നമ്മളെ സംബന്ധിച്ചാണെങ്കിൽ നമ്മളുടെ ടാർഗറ്റ് ക്വാളിറ്റിയും ഇഷ്ടപ്പെടുന്ന ആൾക്കാരെ ആയിരിക്കണം. ഇനി അതിന്റെ പ്രസക്തി കൂടി വരികയാണ്, ബെറ്റർ ആയിട്ട് വരികയാണ്. കാരണം ഞാനിപ്പോ യാത്ര ചെയ്യുമ്പോൾ പണ്ടൊക്കെ മോദി കെയറിൽ വന്ന സമയത്തൊക്കെ സാമ്പത്തികത്തിന്റെ അല്ലെങ്കിൽ ബഡ്ജറ്റിന്റെ കുറവ് കൊണ്ട് non-AC കമ്പാർട്ട്മെന്റിലോ ജനറൽ കമ്പാർട്ട്മെന്റിലോ വരെ യാത്ര ചെയ്തിട്ടുണ്ട്. പക്ഷെ ഇപ്പൊ ആവുന്ന ഞാൻ AC കമ്പാർട്ട്മെന്റ് സെലക്ട് ചെയ്യും. പല കാരണം. ഒന്ന്, പ്രായം കൂടി വരുമ്പോൾ നമുക്ക് ക്ഷീണം കൂടും യാത്രയിൽ. രണ്ടാമത് AC കമ്പാർട്ട്മെന്റ് എന്ന് പറഞ്ഞാൽ നല്ല യാത്രാ സുഖമാണ്. ഒരു നൈറ്റ് ട്രിപ്പ് കഴിഞ്ഞ് ടൂർ കഴിഞ്ഞ് പ്രോഗ്രാം അറ്റൻഡ് ചെയ്യുമ്പോൾ നമുക്ക് ക്ഷീണം ഉണ്ടാവില്ല, വിരസത ഉണ്ടാവില്ല. പക്ഷെ ഞാൻ ഇപ്പൊ നോക്കുമ്പോഴുണ്ടല്ലോ, മിക്കവാറും എല്ലാ യാത്ര റിസർവ് ചെയ്യാൻ നോക്കുമ്പോൾ AC കമ്പാർട്ട്മെന്റ് ആണ് ആദ്യം ഫില്ലാവുക അല്ലേ. അതായത് ജനറൽ കമ്പാർട്ട്മെന്റ് ഏറ്റവും ചാർജ് കുറവ്, അതിനേക്കാൾ ചാർജ് കൂടുതലാണ് non-AC ആയിട്ടുള്ള കമ്പാർട്ട്മെന്റ്, റിസർവേഷൻ കമ്പാർട്ട്മെന്റ്. അതിനേക്കാൾ ചാർജ് കൂടുതലാണ് AC കമ്പാർട്ട്മെന്റ്സ്.
3 ടയർ 2 ടയർ ഫസ്റ്റ് AC എന്നൊക്കെ പറയുന്ന കമ്പാർട്ട്മെന്റ്സ്. പക്ഷെ ഇപ്പൊക്കെ മിക്കവാറും AC കമ്പാർട്ട്മെന്റുകൾ ആദ്യം ഫില്ലായിട്ട് ശേഷം മാത്രമേ ഉള്ളൂ സാധാരണ കമ്പാർട്ട്മെന്റ് കംപ്ലീറ്റ് ഫില്ലാകാറുള്ളൂ. അപ്പൊ അത് ക്വാളിറ്റി ഇഷ്ടപ്പെടുന്ന ആൾക്കാർ ധാരാളം പേരുണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കാം. ഇനി മറ്റൊരു കാര്യം ഇല്ലേ, സ്വർണത്തിന്റെ വില കൂടി വരികയാണ്. നമ്മളെല്ലാരും പറയും സ്വർണ്ണ വില കുതിച്ചു കയറുകയാണ്. പവൻ എന്താ വില, 60,000 65,000 എന്നൊക്കെ പറഞ്ഞുകൊണ്ട് മൂക്കത്ത് വിരൽ വയ്ക്കുന്ന ആൾക്കാരുണ്ട് ഇല്ലേ. പ്രധാനമായിട്ടുള്ള സ്വർണ്ണക്കട നോക്കൂ, മലബാർ ജ്വല്ലറി ആവട്ടെ, ഭീമ ജ്വല്ലറി ആവട്ടെ, ആലുക്കാസ് ജ്വല്ലറി ആകട്ടെ, അവിടെയൊക്കെ ചെല്ലുമ്പോൾ നല്ല തിരക്കാണ് അനുഭവപ്പെടുക. അവിടെയൊക്കെ ലക്ഷക്കണക്കിന് രൂപയുടെ സ്വർണ്ണമാണ് ആൾക്കാർ വാങ്ങിക്കൊണ്ടുപോകുന്നത്. ഇപ്പൊ ഒരു കല്യാണം നടക്കുന്ന സമയത്ത് വധുവിനെ സ്വർണം കൊണ്ട് അലങ്കരിക്കുക എന്ന് പറഞ്ഞാൽ അതൊരു അഭിമാനത്തിന്റെ പ്രശ്നമാണ് അല്ലേ. അതിനേക്കാൾ വില കുറവാണല്ലോ വെള്ളിക്ക്. വെള്ളിയുടെ ആഭരണങ്ങൾ ഇടാറുണ്ടോ? സാധാരണ നമ്മുടെ നാട്ടിലില്ല. അതിനേക്കാൾ വില കുറവല്ലേ ചെമ്പിന്റെ ആഭരണങ്ങൾ ഇടാറുണ്ടോ? ഇല്ല. അലൂമിനിയത്തിന്റെ ആണെങ്കിൽ ഏറ്റവും നല്ലതല്ലേ, ചീപ്പാണ്, ഇടാറുണ്ടോ? ഇല്ല. അപ്പൊ എന്തുകൊണ്ടാണ് യെല്ലോ മെറ്റൽ ഇത്ര വില കൂടുതലാണെങ്കിലും യെല്ലോ മെറ്റലിനോടുള്ളൊരു താല്പര്യം, ഒരു ആർത്തി എന്താ മനുഷ്യന്? കാരണം സ്വർണം വാങ്ങാൻ നേരത്ത് നമ്മൾ പണം നോക്കില്ല, കടം മേടിച്ചെങ്കിലും നമ്മൾ കല്യാണം ഭംഗിയായിട്ട് നടത്തും ഇല്ലേ. പണ്ട് കാലത്താണെങ്കിൽ നമ്മുടെ അയൽവക്കക്കാരൊക്കെ ഒരു കല്യാണ വീട്ടിൽ വന്ന് അവര് ശ്രമദാനമാണ്, ചോറുണ്ടാക്കാനും കറി ഉണ്ടാക്കാനും മറ്റും വിളമ്പാനൊക്കെ. പ്രത്യേകിച്ച് ഒരാളെ നമ്മൾ നോക്കാറില്ല. പക്ഷെ ഇന്ന് അതല്ല. ഇന്ന് ശരാശരിയിൽ താഴെ സാമ്പത്തിക ശേഷിയുള്ള ആൾക്കാർ പോലും നടത്തുന്ന കല്യാണങ്ങള് വീട്ടിൽ എത്ര സ്ഥലം ഉണ്ടെങ്കിലും മുറ്റത്ത് എത്ര സ്ഥലം ഉണ്ടെങ്കിലും മുറ്റത്ത് പന്തലില്ല. ഇപ്പോഴും ഏതെങ്കിലും അറിയപ്പെടുന്ന ഓഡിറ്റോറിയത്തില് ഇല്ലേ, റിസപ്ഷൻ ആണെങ്കിലും കല്യാണ ഫംഗ്ഷൻ ആണെങ്കിലും അവരുടെ കൊക്കിൽ ഒതുങ്ങുന്നതിനേക്കാൾ അപ്പുറം ഒരു പക്ഷെ ജന്മം മുഴുവൻ പണിയെടുത്താലും തീരാത്ത രീതിയിലുള്ള കടം വരുത്തി വെച്ചിട്ടാണ് കല്യാണം നടത്തുക. വില കൂടുതലാന്ന് കരുതി നമ്മൾ ഹോള് ബുക്ക് ചെയ്യാറില്ലേ, ഡിഷ് നമ്മൾ ബുക്ക് ചെയ്യാറില്ലേ, അത് നടത്തും നമ്മള്. മറ്റൊരു ഉദാഹരണം ഞാൻ പറയുന്നുണ്ട്, വെഡിങ് സാരി, കല്യാണ സാരി അല്ലേ. നേരത്തേക്ക് കല്യാണ സാരിയുടെ ക്വാളിറ്റി നോക്കില്ല, കാണാൻ കൊള്ളാവുന്ന ഒരു സാരി വേണം ഇല്ലേ. ഇന്നിപ്പൊ 10,000-ങ്ങളും ലക്ഷങ്ങളും കൊടുത്ത കല്യാണ സാരി മേടിക്കുന്ന ആൾക്കാർ ധാരാളം ഉണ്ട്. ഇനി ഊണ് കഴിക്കാൻ പോകുമ്പോൾ സാധാ മീൽസിനേക്കാൾ കൂടുതൽ താല്പര്യം ഇപ്പൊ സ്പെഷ്യൽ മീൽസിനാ. കാരണം അത് വില കൂടുതലുണ്ട്. ഫ്രൂട്ട്സ് വാങ്ങുമ്പോൾ ആപ്പിളിന് വില കൂടുതലാണ്, നമുക്ക് എല്ലാവർക്കും അറിയാം. റോബസ്റ്റയ്ക്ക് വളരെ വില കുറവാണ്. പക്ഷെ ആപ്പിൾ സെയിൽ ആവുന്നില്ലേ? പല ഷോപ്പിൽ നോക്കിക്കഴിഞ്ഞാലും റോബസ്റ്റയേക്കാൾ മുന്നേ ചിലപ്പോൾ ആപ്പിൾ തീർന്നിരിക്കും. ആപ്പിളിനും ആവശ്യക്കാരുണ്ട്. ഐക്കൂറ, കരിമീൻ, വലിയ കൊഞ്ച്, നോൺകാരുടെ കാര്യം പറയാം, മട്ടൺ, ഇതൊക്കെ സാധാരണ മീനിനേക്കാൾ സാധാരണ ഇറച്ചിയേക്കാൾ വില കൂടുതലാന്ന് പറയും. ആരും മേടിക്കാതിരിക്കുന്ന, അതിനും ധാരാളം ആവശ്യക്കാരുണ്ട്. സ്ഥിരമായിട്ട് കഴിക്കുന്ന ആൾക്കാരുണ്ട്. സ്റ്റാർ ഹോട്ടലിൽ താമസിക്കുന്ന ആൾക്കാർ എത്രയോ ഉണ്ട്. നേരത്തെയൊക്കെ ഫ്ലൈറ്റിന് പോകാന്ന് വെച്ച് കഴിഞ്ഞാല്, ആദ്യമൊക്കെ ഞാൻ ഫ്ലൈറ്റിന് പോയ സമയത്ത് കോട്ടൊക്കെ ഇട്ടാ പോയിരുന്നത്, വലിയ അത്ഭുത. ഇന്നാണെങ്കിൽ ബെർമുഡയൊക്കെ ഇട്ട് ഫ്ലൈറ്റിന് പോകുന്ന ആൾക്കാരുണ്ട്. സാധാരണ നമ്മുടെ KSRTC ബസ്സിൽ പോണ പോലെ ഫ്ലൈറ്റിന് പോകുന്നത്. അത്രയും കോമൺ ആയി കഴിഞ്ഞു, ജനറൽ ആയി കഴിഞ്ഞു ഫ്ലൈറ്റ് എന്ന് പറഞ്ഞാല്. മറ്റത് അപ്രാപ്യമാണ്. അയ്യോ, ഫ്ലൈറ്റ് കയറുക, നമ്മൾ ഇങ്ങനെ കഴുത്ത് പൊക്കി മുകളിലേക്ക് നോക്കിയിട്ടേ ഉള്ളൂ ഫ്ലൈറ്റിന്. പക്ഷെ ഇന്നതല്ല, ഫ്ലൈറ്റ് കയറി നമ്മൾ താഴോട്ട് നോക്കും ഭൂമിയെ. അങ്ങനെ മാറിക്കഴിഞ്ഞു നമ്മളുടെ സമൂഹം ഇല്ലേ. ബാറ്റാ ചെരുപ്പിന് വില കൂടുതലാണ്, ഞാനും സമ്മതിക്കുന്നു. പക്ഷെ ബാറ്റാ ചെരുപ്പ് ആൾക്കാർ ഇടാറില്ലേ? ബാറ്റാ ചെരുപ്പ് മാത്രം ഉപയോഗിക്കുന്ന ആൾക്കാരില്ലേ? ബോംബെ ഡൈങ്ങിന്റെ ഡ്രസ്സ് മാത്രം ഉപയോഗിക്കുന്ന ആൾക്കാരില്ലേ? ആപ്പിൾ മൊബൈല് വളരെ വില കൂടുതലാണ്, ആപ്പിൾ മൊബൈല്. പക്ഷെ ഒരു മൊബൈല് എന്തെങ്കിലും കാരണവശാലും കുറെ കാലം കഴിഞ്ഞ് കേടുവന്ന് വീണ്ടും ആപ്പിൾ മൊബൈൽ മേടിക്കുന്ന ആൾക്കാരുണ്ട്. ഞാൻ പറഞ്ഞു വരുന്നത്, ക്വാളിറ്റി ഈസ് ഓൾവേസ് ക്വാളിറ്റി. മോദി കെയർ പ്രൊഡക്റ്റിനെ സംബന്ധിച്ച് ദർ ഈസ് നോ കോംപ്രമൈസ് ഇൻ ക്വാളിറ്റി. ക്വാളിറ്റിയിൽ യാതൊരു കോംപ്രമൈസും ഇല്ല. ബാക്കി പല കമ്പനികളും കൊണ്ടൽ വേരില്ലെങ്കിൽ കണ്ട വേര് കൊണ്ട് കഷായം വെക്കുമ്പോഴും നമ്മളുടെ കമ്പനി ആ ഓരോ പ്രൊഡക്റ്റിനും വേണ്ടുന്ന റോ മെറ്റീരിയൽസ് ഇല്ലെങ്കിൽ പ്രൊഡക്ഷൻ ചെയ്യില്ല. അതാണ് പ്രത്യേകത. അതുകൊണ്ടാണ് ഞാനും ജോളിയൊക്കെ ആദ്യം വർക്ക് ചെയ്യുമ്പോൾ നമുക്കൊരു നെക്ടർ എന്ന് പറഞ്ഞൊരു സോപ്പ് ഉണ്ടായിരുന്നു. നെക്ടർ, അതിന്റെ പേരതായിരുന്നു. പക്ഷെ കുറെ കാലത്തേക്ക് കുറച്ച് റെസ്ട്രിക്ഷൻ വന്നതുകൊണ്ട് ആ നെക്ടർ സോപ്പ് ഉണ്ടായിരുന്നില്ല, ഇറക്കിയിരുന്നില്ല. പക്ഷെ ഇപ്പൊ നമുക്ക് G&H ഹണി ബാർ എന്ന് പറഞ്ഞ് കിട്ടുന്നുണ്ട് ആ സാധനം. അപ്പൊ എന്തുകൊണ്ടാണ് നെക്ടർ സോപ്പ് ഇല്ലാത്തതെന്ന് അന്ന് ഞങ്ങൾ ചോദിച്ചപ്പോൾ അധികാരികൾ പറഞ്ഞത് അതിൽ ഇൻഗ്രീഡിയൻസ് നിയമം മൂലം തൽക്കാലം നിർത്തി വെച്ചേക്കാണ്, അതുകൊണ്ട് പ്രൊഡക്ഷൻ ഇല്ല. വേറെ ഏത് കമ്പനിയാണെങ്കിലും എന്തെങ്കിലും കൊണ്ട് പ്രൊഡക്ഷൻ നടത്തും. അതാണ് സമീർ മോഡിയുടെ പ്രത്യേകത. നമ്മളുടെ
കമ്പനിയുടെ പ്രത്യേകത. അപ്പൊ അതുകൊണ്ട് ഡിയർ ഫ്രണ്ട്സ്, സൂര്യൻ ഒന്നേ ഉള്ളൂ, ഭൂമി ഒന്നേ ഉള്ളൂ, വിജയം തെളിയിച്ച മൾട്ടി ലെവൽ മാർക്കറ്റിംഗ് ഒന്നേ ഉള്ളൂ, ദാറ്റ് ഈസ് മോഡിക്ക. അതുകൊണ്ട് ഒന്ന് ചിന്തിക്കേണ്ട ആവശ്യമില്ല. ഈ പുതിയ പ്ലാൻ എന്ന് പറഞ്ഞാല് നവജാജ വർണ്ണശബളമായ ശിശുവാണ് അല്ലേ. അതിനെ നിങ്ങൾ 2 കൈ നീട്ടി സ്വീകരിക്കുക, വാരി പുണരുക, തെരുതെരെ മുത്തം വെക്കുക അല്ലേ. അതിനെ മാറോടണച്ചുകൊണ്ട് സ്വന്തം കുഞ്ഞായിട്ട് ദ മോദി വേ, ദ ഒൺലി വേ, ദ ബെസ്റ്റ് വേ എന്ന് കണക്കാക്കി പ്രവർത്തിക്കുക. എല്ലാവരും വിജയിക്കട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് ആശംസിച്ചുകൊണ്ട് തൽക്കാലം നമുക്ക് പിരിയാം. വീണ്ടും കാണാം. സോ വിഷ് യു ആൾ ദ ബെസ്റ്റ്. താങ്ക് യു വെരി മച്ച്. ഗുഡ് നൈറ്റ് ആൻഡ് ജയ് മോദിക്ക. Thank you, sir. താങ്ക് യു. Night. Thank Good you. night. Good Thank night. you, Good night. Doctor. Good night. Good